ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പ്രതിമാസ ധ്യാനത്തിൽ നമ്മൾ സ്ഥിരം നോക്കുന്ന നമ്മുടെ കുറിവാക്യമാണ് ഇപ്പോൾ വായിച്ചത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും ആദിമസഭ പോന്നു, അല്ലേ? അതാണ് അപ്പോസ്തോലിക ആചാരങ്ങൾ. നമ്മൾ അതാണ് ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നുറുക്കി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുമ്പം കത്രിമേശയുടെ വിഷയം മാത്രമല്ല. കാരണം അത് അപ്പോസ്തല പ്രവൃത്തികൾ മൊത്തം എടുത്ത് വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ലൂക്കോസ് ആരാധന എന്നൊരു വാക്കേ ഉപയോഗിക്കുന്നില്ല. ആദിമസഭ ആരാധിച്ചു എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലേ, ആദിമസഭ അപ്പം നുറുക്കി എന്ന് പറഞ്ഞാൽ അവർ ആരാധിച്ചു എന്നാണ്. കാരണം നമ്മുടെ ക്രിസ്തീയ സഭാ ആരാധനയുടെ ഏറ്റവും ക്രിസ്തീയമായ വിശേഷത അവരപ്പം നുറുക്കുക എന്നുള്ളതാണ്, അല്ലേ? ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയേ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. പ്രസംഗം എവിടെയൊക്കെ ഉണ്ട്? യഹൂദ പള്ളിയിലും ഉണ്ട്, അല്ലേ? അവരുടെ സിനഗോഗിലുണ്ട് പ്രസംഗം. അത് കഴിഞ്ഞുള്ള കൂട്ടായ്മ യഹൂദന്മാരുടെ ഇടയിലുമുണ്ട്. ദേവാലയത്തിൽ പോയാലും സിനഗോഗിൽ പള്ളിയിൽ പോയാലും കൂട്ടായ്മയുണ്ട്, അല്ലേ? അവർ അന്യോന്യം ഒരു സമൂഹമാണ്, സാഹോദര്യം, അല്ലേ? കൂട്ടായ്മയുണ്ട്. പ്രാർത്ഥന, അല്ലേ? യഹൂദന്മാരുടെ ഇടയിലും ഉണ്ട് പ്രാർത്ഥന. സങ്കീർത്തനങ്ങൾ പാടുന്നു, അതുകൊണ്ട് അവരുടെ ഇടയിൽ, അല്ലേ? അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ യഹൂദ പള്ളിയിൽ പോയാലും മതി, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ 46 അതെന്ന് വായിച്ചത്. 46 വാക്യം ഒരുമനപ്പെട്ട. അപ്പൊ 45 മുതൽ വായിച്ചോ. ആ ആ ആ അപ്പൊ അവിടെ കണ്ടോ, അവര് ദേവാലയത്തിലും പോകുമായിരുന്നു, ഇവര് വീട്ടില് അപ്പം നുറുക്കുകയും ചെയ്യുന്നു. അപ്പൊ ദേവാലയത്തിൽ എന്തിനാ പോയിക്കൊണ്ടിരുന്നവര്? കാരണം യഹൂദന്മാരുടെ പല ആരാധനാ വിഷയങ്ങളും ക്രിസ്ത്യാനികൾക്കും ചെയ്യാം. സങ്കീർത്തനങ്ങൾ പാടാം, നമുക്ക് പാടിക്കൂടെ? അല്ലേ? പ്രസംഗം കേൾക്കാം, പ്രസംഗത്തിലെ പല കാര്യങ്ങളും നമുക്ക് കേൾക്കാം, അല്ലേ? അവരാ മെഷിഹ കർത്താവാണെന്ന് പറയുന്നില്ലെങ്കിലും ബാക്കിയൊക്കെ കേൾക്കാം. വചനം പഴയ നിയമത്തിൽ നിന്നാണല്ലോ പ്രസംഗം, അല്ല വേറെ പുസ്തകത്തിൽ നിന്നൊന്നുമല്ലോ, അല്ലേ? കൂട്ടായ്മ ആചരിക്കാം, പ്രാർത്ഥിക്കാം, അല്ലേ? പല പ്രാവശ്യം നമ്മൾ വായിക്കുന്നുണ്ട്. ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പത്രോസ് പോയപ്പോൾ, അല്ലേ? പലരും ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലേ? അപ്പൊ ആലയത്തിൽ ഇതെല്ലാം ചെയ്തേച്ച് പിന്നെ ക്രിസ്തീയ ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പം നുറുക്കുക. അല്ലാതെ അവർ പള്ളിയിൽ അല്ലെങ്കിൽ വീടുകൾ തോറും അവരുടെ ക്രിസ്തീയ ആരാധന നടത്തി എന്നല്ലല്ലോ. അപ്പൊ അപ്പം നുറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കോസിന്റെ ഭാഷയിൽ ആരാധനയാണ് ഇവിടുത്തെ വിഷയം. കത്രുമേശയുണ്ട് അതിനകത്ത്, അതാണ് ഏറ്റവും കാതലായ വിഷയം. പക്ഷെ കത്രുമേശയെക്കുറിച്ചൊക്കെ ഉള്ള വിശദമായ ബൈബിൾ സ്റ്റഡി നിങ്ങൾ യൂട്യൂബിൽ കയറി നമ്മുടെ ബുധനാഴ്ചത്തെ ബൈബിൾ സ്റ്റഡി കേൾക്കുക. അതിവിടെ വിവരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഇവിടുത്തെ വിഷയം നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർ ചെയ്തു പോന്നിരുന്നത്, തുടർമാനമായിട്ട് പതിവാക്കിയിരുന്നത് എന്താണ്? ആരാധന, അല്ലേ? വർഷിപ്പ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്, എന്താണ് ആരാധന? ഇവിടെ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആരാധന നയിക്കുന്നവരാണ് താണ്ടി ഇരിക്കുന്നവരൊക്കെ, അല്ലേ? നിങ്ങൾ ആരാധന നയിക്കൂ? ആ, പിന്നെ ഇവിടെ മുഴുവൻ വർഷിപ്പ് ലീഡേഴ്സിൻ്റെ, അപ്പം പിന്നെ എനിക്ക് എളുപ്പമായി, അല്ലേ? അപ്പം നിങ്ങളൊക്കെ തന്നെ ഉത്തരം പറയണേ, വർഷിപ്പ് ലീഡേഴ്സ്. അപ്പം എന്താ ആരാധന? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വചനത്തിൽ നിന്ന് ഇത്രയും നാളും പഠിച്ചത് വെച്ചിട്ട് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുക. ശരി, അപ്പോൾ ഒന്നാമത്തെ ഉത്തരവായി. അല്ലല്ല, എന്തോ ജൂനി ബ്രദറിന് പിന്നെ എന്തോ ബാക്കി ഉണ്ടായിരുന്നു തോന്നുന്നു. അത്രേ ഉള്ളൂ. നാമത്തിന് മഹത്വം കൊടുക്കുക. ആ, ദൈവം ആരാന്നറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നാണ് പറഞ്ഞത്. കേട്ടില്ല അത്? ആ, ശരി. ഇനി അടുത്ത ഉത്തരം സഹോദരിമാർ ആർക്കും വേണമെങ്കിൽ പറയാം. ഏത് ഇംഗ്ലീഷ് ആവാം, യു ക്യാൻ ആൻസർ ഇൻ എനി ലാംഗ്വേജ്. തമിഴിലും പറയാം. ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുക, അവൻ ആരാണെന്നറിഞ്ഞ് അവനെ മഹത്വപ്പെടുത്തുക. ഇപ്പം 2 ഉത്തരവേ ആയുള്ളൂ. ബാക്കി ഉത്തരവൊക്കെ എവിടെ പോയി? നിങ്ങൾക്കൊന്നും ഉത്തരവൊന്നും ഇല്ലേ? സെൽഫ് അനലൈസ് പണി. വാട്ട് ഈസ് ദാറ്റ് അതർ വേർഡ്? റിക്കൺസൈൽ വിത്ത് ഗോഡ്. എക്സാമിൻ യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ എക്സാമിൻ യുവർ സെൽഫ് ആൻഡ് റൈറ്റ്ലി റിലേറ്റ് ടു ഗോഡ്. മൂന്നാമത്തെ, നമ്മളെ തന്നെ ശോധന ചെയ്ത് ദൈവമായിട്ട് നേരെ ഒന്ന് ബന്ധപ്പെടണം. അപ്പോൾ അവിടെ ബന്ധം എന്നുള്ള വാക്ക്, അല്ലേ? അപ്പോൾ ഇവിടെ ഉയർത്തുക, മഹത്വപ്പെടുത്തുക, ബന്ധം,
കൊള്ളാം, നല്ല ഉത്തരങ്ങൾ. അപ്പോൾ ഇതാണ് ആരാധനയെങ്കിൽ, ഇതൊന്നും തെറ്റൊന്നുമാണെന്നല്ല ഞാൻ പറയുന്നത്. ദൈവത്തെ ഉയർത്തുക, ദൈവത്തെ അറിഞ്ഞ് അവന് മഹത്വം കരയറ്റുക, ദൈവവുമായിട്ട് നേരെ ചൊവ്വേ ബന്ധപ്പെടുക, ഇതൊക്കെയാണ് ആരാധനയെങ്കിൽ. അപ്പോൾ പിന്നെന്താണ് സ്തോത്രം? പിന്നെന്താണ് സ്തുതി? അവയും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പം നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഉത്തരം, നിങ്ങൾ 3 പേര്, ഇതും സ്തോത്രവും സ്തുതിയും തമ്മിലപ്പോൾ എന്താ വ്യത്യാസം? അപ്പം അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ പറയട്ടെ. സ്തോത്രം എന്തുവാ? താങ്ക്സ് ഗിവിങ്, കറക്റ്റ് അല്ലേ? സ്തോത്രം എന്ന് പറഞ്ഞാൽ നന്ദി പറയുക എന്നുള്ളതാണ് അല്ലേ? ക്രിസ്തയേശുവിലൂടെ ജയം തന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം, നന്ദി അല്ലേ? അപ്പം സ്തുതി പ്രൈസ്. അതിൻ്റെ ഇംഗ്ലീഷ് പറയാനല്ല, എന്താ അതിൻ്റെ അർത്ഥം? സ്തുതിയും സ്തോത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താ? എപ്പോഴാണ് നമ്മൾ ദൈവത്തെ സ്തോത്രം കരയറ്റുന്നത്, എപ്പോഴാണ് നമ്മൾ ദൈവത്തിന് സ്തുതി കൊടുക്കുന്നത്? ഉയർത്തുക, അതാണ് സ്തുതി. അപ്പോൾ അത് തന്നെയല്ലേ നേരത്തെ ആരാധന എന്ന് പറഞ്ഞത്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ ആരാധന അതാണെന്ന്? വലിയവനായ ദൈവത്തെ ഉയർത്തുകയാണ് സ്തുതിയെങ്കിൽ അപ്പോൾ അത് തന്നെയാണ് ആരാധന. അപ്പോൾ സ്തുതിയും ആരാധനയും പര്യായ പദങ്ങളാണോ? ആരാധനയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ സ്തുതിക്കുന്ന പ്രവൃത്തിയാണോ ആരാധന, അതോ സ്ഥലമാണോ ആരാധന? എന്താ ഈ ആരാധനയിൽ എന്ന് പറയുന്നത്? ആരാധനയുടെ ഒരു ഭാഗമാണ് സ്തുതി. അപ്പോൾ പിന്നെ ആരാധന എന്തുവാ? അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ നിർവചനം ഭാഗികമാണ്. അപ്പോൾ ആരാധന എന്തോ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച ആരാധനയാകുന്നു. അപ്പോൾ ആരാധന എന്തോ തത്വത്തിൽ, അതിൻ്റെ സത്വം എന്തോ, അപ്പോൾ അതിൻ്റെ സാരം, ഇതൊക്കെ ആരാധന തന്നെ. ഞാൻ എഗ്രി ചെയ്യുന്നു. ആരാധന എന്തോ അപ്പം എസൻസ്. അപ്പോൾ സ്തോത്രം നന്ദി പറയലാണ്, സ്തുതി ദൈവത്തെ ഉയർത്തുകയാണ്, ആരാധന എന്തോ അല്ലേ? സ്തോത്രവും സ്തുതിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സ്തോത്രം ദൈവം ചെയ്തൊരു പ്രവൃത്തിക്ക് നമ്മൾ നന്ദി പറയും. എപ്പോഴും സ്തോത്രം പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ? ക്രിസ്തയേശുവിൽ ജയം തന്ന ദൈവം, നീ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്നിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം കരയറ്റും. സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ്, 47-ാം സങ്കീർത്തനമാണ് അല്ലേ? അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ സ്തോത്രം പറയും അല്ലേ? സ്തുതി എന്ന് പറഞ്ഞാൽ ചെയ്യുമൊന്നും വേണ്ട. ദൈവം ആരാണ്? വലിയവനായ ദൈവം, ഉയർന്നവനായ ദൈവം അല്ലേ? നീ സ്തുത്യനാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, നീ സ്തുത്യനാണ്. സിയോനിൽ ദൈവം വലിയവനാകുന്നു, അവൻ സ്തുത്യനാകുന്നു അല്ലേ? അപ്പോൾ ദൈവം ആരാണെന്നറിഞ്ഞ് അവന് മഹത്വം കരയറ്റുന്നതാണ് സ്തുതി. നിങ്ങൾ രണ്ടുപേരും നേരത്തെ പറഞ്ഞ സ്തുതിയാണ്. സ്തുതിയെക്കുറിച്ചാണ് രണ്ടുപേരും പറഞ്ഞത്. ദൈവത്തെ ഉയർത്തുക അല്ലേ? വലിയവനായ ദൈവം ആരാണെന്നറിഞ്ഞ് അവന് സ്തുതി കൊടുക്കുക അല്ലേ? അപ്പം ദൈവം വലിയവനാണ്. അതൊന്നും തെറ്റല്ല, കുറഞ്ഞ ഉത്തരവൊന്നല്ല. നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവല്ലായിരുന്നു. ചോദിച്ച ചോദ്യം ആരാധന എന്തോ. ഈ ഉത്തരം വരുന്നതിൻ്റെ കാരണം എന്താ അറിയോ? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്കൊക്കെ ഇത്രയേ ഉള്ളൂ ആരാധന. നമ്മൾ ഈ തെറ്റൊന്നുമല്ല ഈ പറയുന്നത്. കാരണം നമ്മുടെ ആരാധനയുടെ ബോർഡർ അവിടെ വെച്ച് തീർന്നു. നമ്മൾ സ്തോത്രവും സ്തുതിയോടും കൂടെ ആരാധന അവസാനിപ്പിച്ചു. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല. സ്തോത്രവും സ്തുതിയും അടുത്തൊരു തലമാണ് ആരാധന. അപ്പം എന്തോ ആരാധന അല്ലേ? ഇപ്പം സ്തോത്രവും സ്തുതിയും കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടക്കുമായിരുന്നു. പിന്നെ ബൈബിളിൽ മൂന്നാമതൊരു വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ആരാധന അല്ലേ? അപ്പം ഈ വാക്കിന് എന്തോ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. ഇത് പര്യായമല്ല അല്ലേ? അപ്പം ഈ വാക്ക് എവിടെ ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അറിയാമോ? ഇതാരാ ഈ വാക്ക് കണ്ടുപിടിച്ചേ? സ്തോത്രവും സ്തുതിയും വെച്ച് നമ്മൾ സുഖമായിട്ട് പോകുമായിരുന്നപ്പോഴേ ആരാ ഈ ആരാധന എന്നുള്ള വാക്കും കൊണ്ടുവന്നേ? അബ്രഹാം. എവിടെ വെച്ച്? അപ്പം അറിയാതെ ഉൽപ്പത്തി 22 അത് പറയുന്നത് അല്ലേ? കർത്താവ് മോറിയ മലയിൽ കൊണ്ടുപോയി ഇസഹാക്കിന് യാഗം കഴിക്കണം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ മോനെയും കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞതാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുക കഴുതയുമായിട്ട്, ഞാനും ബാലനും മലമുകളിൽ പോയി ആരാധിച്ചിട്ട് മടങ്ങി വരാം. നമ്മുടെ മലയാളം ബൈബിളിലും ഇംഗ്ലീഷ് ബൈബിളിലും ഒക്കെ ആരാധന എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വേദഭാഗത്തിലാണ്. അബ്രഹാമാണ് ആദ്യമായിട്ട് ആ വാക്ക് ഉപയോഗിക്കുന്നത്. എബ്രായ ബൈബിളിൽ അതിന് മുമ്പേ ഉണ്ട് ആരാധന എന്നുള്ള വാക്ക്, അതും അബ്രഹാം തന്നെയാണ്. അത് ഉൽപ്പത്തി 17-ാം അധ്യായത്തിലാണ്. പക്ഷേ ആരാധനയുടെ നിർവചനം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വേദഭാഗം ഇത് തന്നെയാണ്. എല്ലാവരും എടുത്തോ അത്? ഉൽപ്പത്തി 22:5. അപ്പൊ ഇനി നമ്മൾ അബ്രഹാം മലയിൽ കയറി ചെയ്ത പ്രവൃത്തി എന്താണെന്നൊന്ന് ധ്യാനിച്ചാൽ ആരാധനയുടെ നിർവചനം കിട്ടിക്കഴിയും. അപ്പോൾ അബ്രഹാം മേളിൽ പോയിട്ട് സ്തോത്രം പറയാനാണോ പോയെ? സ്തുതി പറയാനാണോ പോയെ?
പിന്നെന്തോ ചെയ്യാനാ പോയെ? അപ്പൊ യാഗം കഴിക്കാൻ പോയി. പക്ഷെ യാഗത്തിലൂടെ എന്തോ തെളിയിക്കാൻ പോയെ? അപ്പൊ അതാണ് എന്ത്? അപ്പൊ മറ്റേത് രണ്ടും സ്തോത്രവും സ്തുതിയായുള്ളൂ അല്ലേ? ആരാധന എന്ന് ബൈബിൾ ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നിടത്തെ പ്രവൃത്തി ഇതാണ്: കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നിനക്കാണ് ഒന്നാം സ്ഥാനം എന്ന് ആയിരുന്നാൽ മാത്രം പോരാ, അത് നമ്മളത് പുറപ്പെടുപ്പിച്ചത് ദൈവത്തിൻ്റെ മുൻപാകെ കാഴ്ച വെക്കണം, അത് എക്സ്പ്രസ് ചെയ്യണം. അതാണ് ആരാധന അല്ലേ? മറ്റേത് രണ്ടും വേണ്ടാന്നല്ല. സ്തോത്രം വേണം, സ്തുതി വേണം, ആരാധന പക്ഷേ അതിനേക്കാളും അടുത്ത തലമാണ്. എൻ്റെ ഹൃദയത്തിൽ നീയാണ് ഒന്നാമൻ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല അല്ലേ? നിന്നെ കൂടാതെ എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലും ആരുമില്ല അല്ലേ? സങ്കീർത്തനം 16:2 ആരെങ്കിലും വേണമെന്ന് വായിച്ചേ. നീ എൻ്റെ കർത്താവാകും. അപ്പൊ ദൈവമേ, നീ ദൈവമാകുന്നു എന്നല്ല, ദൈവമേ നീ എൻ്റെ രാജാവാകുന്നു, കർത്താവാകുന്നു, എൻ്റെ മേൽ ഭരിക്കുന്നവൻ നീ ആകുന്നു, ഞാൻ നിനക്ക് കീഴ്പ്പെട്ടവനാകുന്നു. അടുത്ത വാക്യം, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നീയാണ് എനിക്കെല്ലാം നന്മയും തരുന്നതെന്നാണോ? നീയാണ് എൻ്റെ നന്മ അല്ലേ? നീ ഒഴികെ എനിക്കൊരു നന്മയില്ല. എനിക്ക് എന്തെങ്കിലും തന്നേച്ച് നീ ഇല്ലെങ്കിൽ അത് നന്മയല്ലെന്ന് കേട്ടോ. എല്ലാത്തിലും നീ വേണം, എങ്കിലേ അത് നന്മയാകത്തുള്ളൂ. എത്ര പൈസ തന്നാലും, എത്ര ജീവിതം തന്നാലും, എത്ര സൗഖ്യം തന്നാലും നീ ഇല്ലെങ്കിൽ അത് നന്മയല്ല. ഇനി 73 സങ്കീർത്തനം, Psalm 73:25, 73:25 ഒന്ന് വായിച്ചേ. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, അപ്പൊ നിന്നെ അല്ലാതെ എന്നുള്ളത് ആ 2 വാക്കിലും കൂടെ ചേർത്ത് വേണം വായിക്കാൻ. സ്വർഗത്തിൽ നിന്നെ അല്ലാതെ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും എനിക്ക് നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശരിയാണോ അല്ലേ? എന്തോ എൻ്റെ അർത്ഥം, ഞാൻ നിന്നെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ അതല്ലേ അബ്രഹാം അവിടെ പോയി ചെയ്തത്. കർത്താവേ, എനിക്ക് ഇസഹാക്ക് ജീവനാണ്, എന്നാലും ജീവന്റെ ജീവനൊന്നും അല്ല അല്ലേ? അതുകൊണ്ടാണ് ഇസഹാക്കിന് കൊടുക്കുന്നതിന് മുമ്പേ മോറിയ മലയിൽ പോയി കൊടുക്കണമെന്നൊക്കെ കർത്താവ് പറയുന്നത്, നിന്റെ പുത്രൻ, നിന്റെ ഏകജാത പുത്രൻ, നീ സ്നേഹിക്കുന്ന പുത്രനായ ഇസഹാക്ക് എന്നൊക്കെ പറയും. പക്ഷേ ഉൽപ്പത്തി 22 ഇത് കൊടുത്തു കഴിയുമ്പോൾ പറയും, നിന്റെ പുത്രൻ, നിന്റെ ഏകജാതൻ ഇസഹാക്ക്. നീ സ്നേഹിക്കുന്നു എന്നുള്ള പദം പരിശുദ്ധാത്മാ പിന്നെ റിപ്പീറ്റ് ചെയ്തില്ല. കാരണം നീ അതിനേക്കാളും സ്നേഹിക്കുന്നത് എന്നെയാണെന്ന് ദൈവത്തിന് തെളിവായിട്ട് അബ്രഹാം കാണിച്ചു കൊടുത്തു അല്ലേ? അപ്പം അതാണ് നമ്മുടെ വചനത്തിൽ ഈ ആരാധന എന്നുള്ള വാക്കിൻ്റെ തന്നെ ഉൽപ്പത്തി അല്ലേ? അപ്പോൾ നമ്മൾ ആരാധന വിഷയത്തിലേക്ക് അതിൻ്റെ നിർവചനം പഠിച്ചതേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ ആരാധന നമ്മളൊക്കെ ആരാധിക്കാറുണ്ടോ? ഈ ആരാധന സ്തോത്രം പറച്ചിലും സ്തുതി പറച്ചിലും എല്ലാ ദിവസവും കാണും, ചിലപ്പം കുറഞ്ഞ പക്ഷം ആഴ്ചയിലെങ്കിലും കാണും. ഈ അർത്ഥത്തിൽ വചനത്തിലുള്ള അർത്ഥത്തിൽ എന്നായിരുന്നു അവസാനം ആരാധിച്ചേ അല്ലേ? ഇന്നിപ്പോൾ നമ്മൾ കുറച്ചു നേരം പാട്ടൊക്കെ പാടി ആരാധിച്ചായിരുന്നു. നമ്മൾ പറയുന്ന പല പാട്ടുകളിലും ഇതൊക്കെ ഉണ്ട്. ഇപ്പം ഇന്ന് പാടിയ തമിഴ് പാട്ട് ഇത് തന്നെയല്ലേ? നീയാണ് എൻ്റെ എല്ലാം അല്ലേ? എൻ്റെ മേന്മ, എൻ്റെ പ്രശംസ എല്ലാം നിൻ്റെ കുരിശാണ് അല്ലേ? എനിക്ക് ഈ ലോകത്തിലെ ഒരു സമ്പത്തും വേണ്ട, വിദ്യാഭ്യാസവും വേണ്ട, എല്ലാം നീയാണ് അല്ലേ? അപ്പോൾ ആ വലിപ്പം, ദൈവത്തിൻ്റെ ആ ഒരു യോഗ്യത അത് മനസ്സിലാക്കിയിട്ട് ദൈവമാണ് എൻ്റെ ഹൃദയത്തിൽ ഒന്നാമനെന്ന് പറയണം. അങ്ങനൊരു ആരാധന ചെയ്യാൻ വിളിക്കപ്പെട്ടവരാ നമ്മളല്ല അല്ലേ? പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ അവർ അപ്പം നുറുക്കി ആരാധിച്ചതിൻ്റെ കാരണം ഈ ദൈവം ഇത്ര വലുതാന്ന് പറയാൻ നമുക്ക് ഏറ്റവും വലിയ കാരണം ദൈവം തന്നെ നൽകി അല്ലേ? നമുക്ക് എന്തുകൊണ്ടാണ് ഈ ദൈവം ഇത്ര വിലയേറിയതെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് കാരണമായിട്ട് ദൈവം ക്രൂശിൽ നമ്മളെ സ്നേഹിച്ചു. അബ്രഹാം അതൊന്നും കാണാതെ ഇങ്ങനെ സ്നേഹിച്ചു. അപ്പം നമ്മൾ എത്രമാത്രം അല്ലേ? പഴയ നിയമ ഭക്തനായ അബ്രഹാം സ്വന്തം വാഗ്ദത്ത പുത്രനായ മകനെ 100-ാം വയസ്സിലെങ്ങാണ്ട് കിട്ടിയ മോനെ കൊണ്ടു കൊടുക്കാൻ പോയി. അപ്പം നമ്മളെത്ര അധികം ഈ ക്രൂശിലെ സ്നേഹമൊക്കെ കണ്ട്, വചനമൊക്കെ വായിച്ച്, ഇത്രയൊക്കെ പഠിച്ച് അല്ലേ? നമ്മൾ ഈ പഴയ നിയമ ഭക്തന്മാരെക്കാളും നമുക്ക് ഒരുപാട് വെളിപ്പാടുണ്ട് അല്ലേ? കർത്താവിനെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതൊക്കെ കാണാൻ പല പ്രവാചകന്മാരും കാത്തിരുന്നു, നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ ചെവികളും ഒക്കെ എന്ത് അനുഗ്രഹിക്കപ്പെട്ടത്. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആരാധന അവരുടെ ആരാധനയെക്കാളും മുന്തിയ ആരാധനയാണോ എന്നിട്ട് അല്ലേ? അപ്പം ആരാധിക്കാറുണ്ടോ? അതാണൊരു ചോദ്യം അല്ലേ? വലിയൊരു ചോദ്യമാണ്. നമുക്കിനി യോഹന്നാൻ്റെ
സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. പുതിയ നിയമത്തിൽ കർത്താവ് അധികം ഒന്നും ആരാധനയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ എത്ര പേര് അത് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ആരാധന എന്നുള്ള വാക്ക്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ യവന ഭാഷയിൽ 2 വാക്കുകളാണ് ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് ഈ ആരാധന എന്ന് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എബ്രായ ഭാഷയുടെ അർത്ഥം കുമ്പിടുക, നമസ്കരിക്കുക. ഇതൊരു ശരീരം കൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ആരാധന. കുമ്പിടുക, നമസ്കരിക്കുക, മുട്ടുകുത്തി വീഴുക, അല്ലെങ്കിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുക, അല്ലേ, പ്രോസ്റ്റേറ്റ്, കിടക്കുക. അപ്പോൾ അതൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അത് തന്നെയാണ് പുതിയ നിയമത്തിലും ഉപയോഗിച്ചിരിക്കുന്ന ആരാധന എന്ന് പറയുന്ന ആ കാതലായ വിഷയത്തിൽ. പിന്നെ ആരാധന യോഗങ്ങൾ എന്ന അർത്ഥത്തിൽ വേറൊരു വാക്കുണ്ട്. 2 വാക്കുകളാണ്. പക്ഷെ അതെടുത്ത് പഠിച്ചാൽ നിങ്ങളറിയും ഈ വാക്ക് സുവിശേഷങ്ങളിലൊക്കെ വളരെ കുറവാണ്. കർത്താവ് ഇതിനെക്കുറിച്ചൊന്നും അധികമൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ആരാധനയെക്കുറിച്ച്. കർത്താവ് 2 ഇടത്തേ പറയുന്നുള്ളൂ. ഒന്ന് കർത്താവിൻ്റെ ആ മരുഭൂമിയിലെ ആ പരീക്ഷയുടെ സമയത്ത് ഈ പിശാചിൻ്റെ പ്രലോഭനത്തോട് കർത്താവ് പറയുന്നുണ്ട് ആവർത്തന പുസ്തകത്തിൽ നിന്ന്, അല്ലേ, നിൻ്റെ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കുക പാടുള്ളൂ, അല്ല നിൻ്റെ മുമ്പിലൊന്നും ഞാൻ മുട്ടുകുത്തി എനിക്ക് ലോകമൊന്നും വേണ്ട, അല്ലേ, ആ ഒരു ഭാഗം പറയുന്നുണ്ട്. പിന്നെ പരീശന്മാരുടെ കപടഭക്തിയുടെ കാര്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഇവർ വൃഥ എന്നെ ആരാധിക്കുന്നു. യശയാവിലെ ആ വാക്യം കോട്ട് ചെയ്തു, അല്ലേ. ഇവരെന്തൊക്കെയോ അവരുടെ പാരമ്പര്യമൊക്കെ പാലിച്ചിട്ട് വചനപ്രകാരം നടക്കാതിരുന്നിട്ട് ഇവരുടെ ജീവിതവും ഇവരുടെ പറച്ചിലും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട്, അല്ലേ, അത് യശയാവിലെ ഒരു വാക്യമാണ്. ഇവർ വാ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷേ ഇവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് വളരെ ദൂരത്തായിരിക്കുന്നു. ആ 2 ഭാഗത്താണ് കർത്താവ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പുതിയ നിയമത്തിൽ ആരാധന എന്ന് പറയുന്നത് എന്താ പറയുക, ആ വാക്ക് വളരെ വിരളമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന പുസ്തകം ഏതാണെന്നറിയാമോ? ഈ ആരാധന എന്നുള്ള യവന പദം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന പുതിയ നിയമ പുസ്തകം ആ വെളിപ്പാട് പുസ്തകത്തിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. വർഷിപ്പ്, അല്ലേ. പിന്നെ ഉള്ള കർത്താവിൻ്റെ ഒരു ടീച്ചിങ്, ഒരു ഉപദേശം ആരാധനയെക്കുറിച്ചുള്ളത് യോഹന്നാൻ 4 ആണ്. അതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അത് ഏതെങ്കിലും വലിയ ശിഷ്യനോ വലിയ ഏതെങ്കിലും അപ്പോസ്തലനോ ഒന്നുമല്ല കൊടുത്തത്. ആർക്കാ കൊടുത്തത്? ഒരു ശമരിയക്കാരത്തി സ്ത്രീക്ക്, അല്ലേ. തൊട്ടു മുമ്പത്തെ അധ്യായത്തിൽ അന്നത്തെ കാലത്തെ ബിഷപ്പ് വന്നായിരുന്നു, നിക്കഡീമസ്. പുള്ളിയോട് പറഞ്ഞു പോയി വീണ്ടും ജനിക്കുന്നു, അല്ലേ. യോഹന്നാൻ 3 പറഞ്ഞു നിങ്ങൾ പോയി വീണ്ടും ജനിച്ചിട്ട് വാ. ഈ ലൈംഗിക പാപത്തിൽ ജീവിക്കുന്ന 5 ഭർത്താക്കന്മാരും 5 പുരുഷന്മാർ, ഭർത്താക്കന്മാരല്ല 5 പുരുഷന്മാരൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഈ സഹോദരിയോടാണ് കർത്താവ് വലിയ ദൈവശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്നത്, അല്ലേ. ആരാധനയെക്കുറിച്ച് പഠിക്കുക, അല്ലേ. അതൊരു ഭയങ്കര കർത്താവിൻ്റെ ഒരു രീതി. കർത്താവ് ഈ ലോകത്തിലെ പോലെ പൊങ്ങച്ചം കാണിക്കുന്നവരെ പൊക്കി പിടിക്കുന്നില്ല. കർത്താവ് ഈ നമ്മൾ എഴുതിത്തള്ളുന്ന പലരുടെയും പുറകെ ആയിരിക്കും പോകുന്നത്. അവർക്കായിരിക്കും വെളിപ്പാടൊക്കെ കൊടുക്കുന്നത്, അല്ലേ. കർത്താവിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അവൻ താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കും, അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ പശ്ചാത്തലത്തിലേക്ക് കടക്കുന്നില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. 19-ാമത്തെ വാക്യത്തിൽ ആ സഹോദരി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യജമാനനെ നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ട സ്ഥലം യെരുശലേമിലാകുന്നുവെന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശമരിയക്കാരും യഹൂദന്മാരും തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ. യഹൂദന്മാർ ശമരിയക്കാരുമായിട്ട് ഒരിടപാടും ചെയ്യാറില്ല. അതിവിടെ തന്നെ യോഹന്നാൻ അതിന് തൊട്ടു മുമ്പ് പറയുന്നുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ശമരിയയിൽ അറിയാമല്ലോ, ശമരിയ എന്ന് പറയുന്നത് ഈ 2 രാജ്യമായല്ലോ, ഇസ്രായേലും യൂദയായിട്ട് 2 രാജ്യങ്ങളായിട്ട്. ഇസ്രായേൽ വളരെ വഴിപിഴച്ച് പോയി, അവസാനം അശൂറുകാർ വന്ന് കൊണ്ടുപോയി, അല്ലേ. അപ്പോൾ അവരുടെ തലസ്ഥാനമായിരുന്നു ഈ ശമരിയ എന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ, അല്ലേ. മാത്രമല്ല നമുക്കറിയാമല്ലോ റഹബോം, അല്ലേ, ശലോമോൻ്റെ മകൻ, അവൻ ഈ രാജ്യത്തുള്ളവരാരും മറ്റ് രാജ്യമായി യഹൂദയിൽ പോയി യെരുശലേമിൽ പോയി ആരാധിക്കൊന്നും വേണ്ട, നമുക്ക് ഇവിടെ തന്നെ ഒരു ആരാധനാലയം തുടങ്ങാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്, അല്ലേ, ശമരിയയിലുള്ള ആരാധന. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പതുക്കെ അവരുടെ ആരാധന എല്ലാം മാറിപ്പോയി. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഞങ്ങളുടെ പിതാക്കന്മാർ പറയുന്നത് ഈ മലയിലാണ് ആരാധിക്കേണ്ടത്, യഹൂദന്മാർ പറയുന്നത് അല്ലല്ല യെരുശലേമിലാണ് ആരാധിക്കേണ്ടത്. ആ പഴയ തർക്കം എടുത്തുകൊണ്ട് വരികയാണ് ഈ സഹോദരി, അല്ലേ. അപ്പോൾ ഏത് മലയിൽ ആരാധിക്കണം? നീ പ്രവാചകനാണല്ലോ, അല്ലേ. അതൊരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ലൈംഗിക പാപമൊക്കെ എടുത്ത് കുടഞ്ഞപ്പം എന്നാൽ പിന്നെ ഒരു ചോദ്യം ആരാധനയെക്കുറിച്ച്, അല്ലേ. ചിലരുണ്ടല്ലോ പാപമൊക്കെ വെളിപ്പെടുത്തുമ്പം പിന്നെ എനിക്കൊരു ഡൗട്ടുണ്ട്, യവന ഭാഷയിൽ ഈ വാക്യം എങ്ങനെ, അല്ലേ. നമ്മൾ പോലും ആണെങ്കിൽ അതൊക്കെ അവിടെ കയ്യിലിരിക്കട്ടെ, കൊള്ളാലോ കള്ളത്തരമൊക്കെ എന്ന് പറഞ്ഞ് തിരിച്ചു പോകും. കർത്താവ് അതിലോട്ട്, ആ സഹോദരിയോട് എന്തൊരു കൃപയാണ് കർത്താവിന്, അല്ലേ. ആ പാവം പിന്നെ തൊടുന്നില്ല കർത്താവ്. അതുകൊട്ടെ അവൾക്ക് കൊടുക്കേണ്ട കൊടുത്തു കഴിഞ്ഞു, അല്ലേ. ഓവർ ഡോസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല.
അല്ലേ? അപ്പോൾ അതാണ് വിഷയം. എവിടെ ഈ നമസ്കരിക്കുക എന്നുള്ള വാക്കാണ് എബ്രായ ഭാഷയിൽ ആരാധന എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക്. അപ്പോൾ അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് 21-ാമത്തെ വാക്യം. നമുക്ക് ഓരോരോ വാക്യങ്ങളായിട്ട് നോക്കിപ്പോവാം. സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. അപ്പോൾ അവൾ പ്രതീക്ഷയാണ് യഹൂദനായോണ്ട് അവിടെ പോകണമെന്നായിരിക്കും പറയാൻ വന്നത്. അത് രണ്ടുമല്ല, അല്ലേ? അപ്പോൾ ഇവിടെ ഈ നാഴിക വരുന്നു, ഇത് ഭാവിയിലെ ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. പുതിയ ഉടമ്പടി, അല്ലേ? പെന്തക്കോസ്ത് നാളിൽ സഭയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ട് ശരിക്കും പുതിയ നിയമസഭ ഉളവായി വരുമ്പോൾ ഉണ്ടാകുന്ന പുതിയ നിയമ ആരാധനയെക്കുറിച്ച് കർത്താവ് ഇവൾക്ക് വെളിപ്പാട് കൊടുക്കുക. അപ്പോൾ പുതിയ നിയമ ആരാധനയുടെ 4 കാര്യങ്ങൾ ഈ വേദഭാഗത്തിലുണ്ട്. അത് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകണം. ഒന്നാമത്തെയാണ് എവിടെയാണ് ആരാധിക്കേണ്ടത്, അല്ലേ? പഴയ നിയമ കാലഘട്ടത്തിൽ അത് വലിയൊരു വിഷയമാണ്. എവിടെ ആരാധിക്കണം? ദൈവം കാണിച്ചു വിടുന്ന മലയിൽ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. അതാണ് യെരുശലേം, അല്ലേ? അവിടെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ കർത്താവ് പറയും അങ്ങനെ ഒരു മലയേ ഇല്ലാത്തൊരു കാലം വരും. അപ്പോൾ പുതിയ നിയമ ആരാധനയുടെ ഒരു പ്രത്യേകത എന്താണ്? അത് സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ആരാധനയല്ല. മറ്റു മതങ്ങളിലൊക്കെ അങ്ങനല്ലേ? ഈവൻ നാമധേയ ക്രിസ്ത്യാനി പള്ളികളിലും അങ്ങനല്ലേ? ഒരു പള്ളിയിൽ പോയാലേ നമുക്ക് ആരാധിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? എന്നാൽ പുതിയ നിയമ ആരാധന അങ്ങനല്ല. എന്താണ്? എവിടെ ഇരുന്നും ആരാധിക്കുക. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കണം, നമ്മുടെയൊക്കെ ആരാധനയെക്കുറിച്ചുള്ള ചിന്താഗതി അതാണോ? നമ്മുടെ കാഴ്ചപ്പാട് അതാണോ? നമ്മൾ പറയും നമ്മൾ പുതിയ നിയമ ആരാധനയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞാലും ചിലർക്കുണ്ട് പള്ളിയിലൊക്കെ പോയി കീബോർഡൊക്കെ ഒന്ന് വെച്ച് അപ്പോഴേ ഇത് വരത്തുള്ളൂ. അങ്ങനെയാണോ? നമ്മൾ ആ പഴയ അടിമത്തത്തിൽ കിടക്കുകയാണോ? സ്ഥലം, ശബ്ദം, പാട്ട്, ഡാൻസ്, ബഹളം, കയ്യടി, കൂട്ടുകാർ വേണം, ഒറ്റയ്ക്കിരുന്നാൽ പറ്റത്തില്ല, എന്തൊക്കെയോ വൈകാരികമായ ഭൗതികമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ആരാധന വരത്തുള്ളെന്നുണ്ടോ? എങ്കിൽ നമ്മൾ പുതിയ നിയമ ആരാധനയിൽ ഇതുവരെ കടന്നിട്ടില്ല. നമ്മൾ ആരാധന ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, പഴയ നിയമ ആരാധനയിൽ കുടുങ്ങി കിടക്കുകയും, അല്ലേ? പുതിയ നിയമ ആരാധന എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥലവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, അല്ലേ? എവിടെ ഇരുന്നും എപ്പോൾ വേണേലും ആരാധിക്കണം. നമ്മൾ പലപ്പോഴും ഈ ഉത്തരം ഇത് പറ്റത്തില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. സ്തുതിയും സ്തോത്രമാണ് നമ്മൾ ആരാധന ചിന്തിച്ചിരിക്കുന്നത്. കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഒന്നിച്ച് സ്തുതിയൊക്കെ പറയുമ്പോഴേ നമുക്ക് സ്തുതി പറയാൻ തോന്നും. പക്ഷെ ആരാധന എന്താണ്? എന്തോ ആരാധന? മറന്നോ? ഹൃദയത്തിൽ എൻ്റെ ദൈവമാണ് എൻ്റെ എല്ലാം എന്ന് അവനോട് പറയുന്നതാണ്. അതിന് സ്ഥലം വേണോ? അവനെ നമസ്കരിക്കാൻ ഒരു സ്ഥലം വേണോ? വേണ്ട, അല്ലേ? അപ്പോൾ പുതിയ നിയമ ആരാധനയ്ക്ക് സ്ഥലത്തിന് ഒരു പ്രസക്തിയുമില്ല, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ അഴൂരിൽ ആരാധിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മാറിപ്പോയി ഇപ്പോൾ കൂടുന്നിടത്തും വേണമെങ്കിൽ ആരാധിക്കും, വീടുകളിൽ ആരാധിക്കും, എവിടെ വേണം റോഡ് സൈഡിൽ നിന്ന് ആരാധിക്കും, അല്ലേ? എവിടെ നിന്നും ആരാധിക്കാൻ പറ്റും. ഓഫീസിലിരുന്ന് പറ്റുമോ? അയ്യോ, അവിടെ അങ്ങനെ വലിയ ബഹളമൊന്നും വെക്കാൻ പാടില്ല, അവിടെ അങ്ങനെ സ്തോത്രമൊന്നും വിളിച്ചു പോകാൻ പറ്റത്തില്ല. വിളിച്ചു പോകണം, വാ തുറക്കണോ ആരാധിക്കാൻ? ഇതാണ് നമ്മുടെ നിർവചനം എങ്കിൽ വാ തുറക്കണോ ആരാധിക്കാൻ? ഇല്ല. അപ്പം നിങ്ങൾ ഓഫീസിലൊക്കെ ആരാധിച്ചുകൊണ്ടാണോ ജോലി ചെയ്യുന്നത്? പറ്റുമോ? പറ്റും. വല്ല സ്തുതി സ്തോത്രവും ഒക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല, അല്ലേ? അതൊക്കെ ചിലപ്പോൾ പ്രശ്നമാക്കും. പക്ഷെ ആരാധിക്കാൻ ഒരു പ്രശ്നവുമില്ല. ഏത് സ്ഥലത്തു നിന്നും എവിടെ നിന്നും ആരാധിക്കാം. അങ്ങനെ ഒരു നാഴിക വരുന്നു നീ സഹോദരിയോട് കർത്താവ് ഒന്നാമതായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് 22-ാമത്തെ വാക്യം, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്, അല്ലേ? അങ്ങനത്തെ സത്യ നമസ്കാരികളെ പിതാവ് അന്വേഷിക്കുന്നു, അല്ലേ? അപ്പോൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. ഇനി വരാൻ പോകുന്ന ആരാധന എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ആരാധനയാണ്. അതിൻ്റെ കാരണം എന്താണ്? രക്ഷ കടന്നു വരാൻ പോകുന്നു, അല്ലേ? അപ്പോൾ പുതിയ നിയമ ആരാധന ഒരു മതപരമായ ആരാധനയല്ല, അല്ലേ? ഒരു സമുദായത്തിൻ്റെ ആരാധന അല്ല. ഞാൻ ജനിച്ചത് ഈ ക്രിസ്തീയ മതത്തിലായതുകൊണ്ടുള്ള ആരാധനയല്ല. രക്ഷിക്കപ്പെട്ട് ദൈവത്തെ പിതാവെന്ന് രുചിച്ചറിഞ്ഞ്, അല്ലേ, അറിയുന്നവനെയാണ് ആരാധിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അറിഞ്ഞ് ദൈവം ആരാന്ന് അറിഞ്ഞ് അവനെ സ്തുതിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൈവമേ നീയാണ് എൻ്റെ എല്ലാം, നീയാണ് എൻ്റെ എല്ലാം, അല്ലെങ്കിൽ നീയാണ് എൻ്റെ ഒന്നാമൻ എന്നൊക്കെ പറയുമ്പം അത് അബ്രഹാം പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നു, കേർസലിൽ നിന്ന് വന്ന് കേട്ടുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാലും ആവില്ല. എങ്ങനെ പറയണം? അറിഞ്ഞു പറയണം. ശരിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ ദൈവം യോഗ്യനാണെന്ന് എൻ്റെ ഉള്ളത്തിൽ ബോധ്യം കിട്ടിയിട്ട് വേണം ഞാനിത് പറയാൻ. അല്ലാതെ ചുമ്മാ അബ്രഹാമിൻ്റെ ആവണോ ആരാധന, എന്നാൽ പിന്നെ ഇനി മുതൽ അത് പറഞ്ഞുകൊണ്ട് നടക്കാം. അത് വെറും മന്ത്രമായി പോകും. ദൈവമേ നീയാണ് എൻ്റെ ഒന്നാമൻ, അത് ചുമ്മാ ഒരു വാക്ചാതുര്യം, ഒരു പറച്ചിൽ മാത്രമായി പോകും. എങ്ങനെ പറയണ്ടേ?
ആ അറിഞ്ഞ് ആരാധിക്കണം, അല്ലേ? നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്ത് ആരാധിപ്പിക്കരുത്. അവിടെ ആരാധിച്ചേ ചിലയിടത്തൊക്കെ ചില വടിയെടുത്തിട്ട് ആരാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലേ? നമ്മുടെ ഒന്നും സഭകളിൽ ആ കുഴപ്പമില്ല. വേറെ ചിലയിടത്തുണ്ട്, ഒരാൾ താണ്ട് കൈയടിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പാസ്റ്റർ പിന്നെ പോലീസാവും, അടിയടാ കൈ, അല്ലേ? ഞാൻ ചിലയിടത്തൊക്കെ പോകുമ്പോൾ അടിച്ച് കൈയൊക്കെ അടുപ്പിച്ച് ആരാധിപ്പിക്കും. പാവം ചില പിള്ളേരൊക്കെ ഉണ്ട്, രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ഉപ്പുമാവ് പോലും കിട്ടാതൊക്കെ വന്നിരുന്ന് അവന് കൈകൊട്ടാവൊന്നും ബലമില്ല, പിന്നെ അവന് തോന്നുന്നില്ല. അവന് തോന്നാത്തപ്പോൾ അവനെ കൊണ്ട് അടുപ്പിച്ച് ആരാധിപ്പിക്കാം. അപ്പം അവൻ ഇയാളെ കാണിക്കാൻ വേണ്ടി ആരാധിക്കും. അപ്പം അറിയാത്തതിനെ ആരാധിക്കും. അപ്പം അതെന്തായി? അത് മതമായി. എന്ന് വെച്ചാൽ പ്രബോധനം കൊടുക്കണ്ടെന്നല്ലോ കേട്ടോ. നിങ്ങളൊക്കെ ആരാധന നയിക്കുന്നവരാണ്ട് നിങ്ങൾ ചിലപ്പം ഇച്ചിരി ഉന്തിത്തള്ളേണ്ടിയൊക്കെ വരും, അല്ലേ? പ്രബോധിപ്പിക്കേണ്ടെന്നല്ല, പ്രബോധനം പക്ഷേ ലാത്തിയാവരുത്, പോലീസ് ലാത്തി അടിച്ചു ആരാധന. അവർ കേട്ടില്ലൊക്കെ അവരുടെ കാര്യം, അല്ലേ? നമുക്ക് പ്രബോധിപ്പിക്കാനേ പറ്റത്തുള്ളൂ, അടി കൊടുത്താരെയും ഫോഴ്സ് ചെയ്ത് ആരാധിപ്പിക്കാൻ പറ്റും. കാരണം രക്ഷിക്കപ്പെട്ട് ദൈവത്തെ രുചിച്ചറിഞ്ഞ് ആ ബോധ്യം കടന്നു വരണം, അല്ലേ? അപ്പം നമ്മളൊക്കെ ഈ നേരത്തെ ചോദിച്ചാൽ നിങ്ങളൊക്കെ ഇതുപോലെ ആരാധിക്കാറുണ്ടോ എന്നൊക്കെ പറഞ്ഞു ചിലരൊക്കെ ഇങ്ങനെ തലയെ കാട്ടി. എന്തുകൊണ്ടാ? ഈ ബോധ്യം കിട്ടിയില്ല. അപ്പം ബോധ്യം കിട്ടാൻ എന്തോ ചെയ്യണം? ദൈവമേ നീയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാം എന്ന് ഇപ്പം സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ, അല്ലേ? നിന്നെ ഒഴികെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എൻ്റെ ഹൃദയം അത് പറയാത്തതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ലേ? ഈ വ്യക്തിക്ക് എന്തോ കാരണത്താൽ അവനത് പറയാൻ പറ്റി, എന്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പം അതിനെന്താ ഒരു പ്രതിവിധി? ശരിയായ രീതിയിൽ ഈ ദൈവത്തെ രുചിച്ചറിഞ്ഞാൽ പോരെ, അല്ലേ? അപ്പം അതിനെന്താ ചെയ്യണ്ടേ? എല്ലാവരും ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ ഉത്തരം പറ, അല്ലേ? നമുക്ക് ഒരാളോട് ഇഷ്ടം വരുന്നത് എപ്പോഴാണ്? എല്ലാം കല്യാണം കഴിച്ച ആളല്ലേ വേഗം പറഞ്ഞു ഉത്തരവൊക്കെ പറഞ്ഞേ. കല്യാണം കഴിച്ചപ്പോൾ അതേ സ്നേഹമാണോ ഇപ്പം? അത്രയൊക്കെ ഉള്ളു? അതോ കൂടിയോ സ്നേഹം? അല്ലേ, കൂടിയില്ലേ? എങ്ങനെ കൂടി? ഞാൻ കല്യാണം കഴിക്കാത്ത ആളാ, നിങ്ങൾ പറ. അടുത്തിടപഴകി, ഓക്കെ, ഒരാൾ ഉത്തരം പറഞ്ഞു, അല്ലേ? അപ്പോൾ ദൈവത്തെ എന്ത് ചെയ്യണം? എന്തോ ദൈവമായിട്ട് അടുത്തിടപഴകുക എന്ന് പറഞ്ഞു. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ആളാണല്ലോ. പിന്നെ എന്തോന്നാ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം? അതെ, ഈ അല്ലാതെ മറ്റേ നമ്മുടെ സാഹിത്യം വിളമ്പൽ പ്രാർത്ഥനയാണെങ്കിൽ ഒരു ഗുണവുമില്ല, അല്ലേ? അപ്പൊ ദൈവമായിട്ട് അടുത്തിടപഴകുക എന്ന് പറഞ്ഞാൽ സമയം ചെലവഴിക്കണം, അല്ലേ? സമയം ചെലവഴിച്ച് അവനെ അറിയാൻ ശ്രമിക്കണം. അവനെ രുചിച്ചറിയുമ്പോൾ ഇത് തനിയെ ഉണ്ടാവും. ഈ ആരാധന ഒരു പ്രതികരണമാണ്, അല്ലേ? ദൈവത്തെ നമ്മൾ രുചിച്ചറിയുമ്പോൾ, ദൈവത്തിൻ്റെ വെളിപ്പാട് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വമേധ ഉയരുന്നൊരു കാര്യമാണ് ആരാധന, അല്ലേ? അപ്പോൾ അത് ഈ തലം വരെ എത്തിയിട്ടില്ല. ദൈവം നീയാണ് എൻ്റെ എല്ലാം, ഞാൻ വേണമെങ്കിൽ ഇസഹാക്കിനെ കൊണ്ട് യാഗം കഴിക്കാമെന്ന് പറയുന്ന തലത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു തലം വരെ അവനെ രുചിച്ചറിഞ്ഞിട്ടില്ല, അല്ലേ? അപ്പോൾ അതിനെ രുചിച്ചറിയണം, അല്ലേ? അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം ചില കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും, അല്ലേ? അത് അതിൻ്റെ ഉത്തരവാണ്. ദൈവം എനിക്ക് നിന്നെ കൂടുതൽ അറിയണമെന്ന് പ്രാർത്ഥിച്ചു, അടുത്ത ദിവസം തന്നെ രോഗം വന്നു, അല്ലേ? എന്തെങ്കിലും ഒരു കഷ്ടതയുടെ കാലം വരുന്നു. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ മനുഷ്യരിൽ നിന്നകന്ന് ദൈവമായിട്ട് അടുക്കും. ദൈവം മാത്രമേ ഉള്ളൂ കർത്താവ്, നീ ഒഴികെ എനിക്ക് ആരും ഇല്ല. എന്താ അത് പറയുന്നതിൻ്റെ കാരണം? വേറെ ആരും കിട്ടുന്നില്ല, അല്ലേ? നമ്മൾ ഏകാന്തതയിൽ പോകും, നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെടും. ഇതൊക്കെ ദൈവം കൊണ്ടുവരുന്നതാണ്. എന്തിന്? അവൻ്റെ പര്യാപ്തത നമുക്ക് വെളിപ്പെടുത്തി തരാം, അല്ലേ? അവൻ സഫിഷ്യൻ്റ് ആണെന്ന് വെളിപ്പെടുത്തി തരാം. അങ്ങനെ അവനെ രുചിച്ചറിഞ്ഞ് ബോധ്യം കിട്ടി വേണം അവനെ ആരാധിക്കാൻ, അല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം, ആരെ ആരാധിക്കണം? 23-ാം വാക്യം, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. നാഴിക വന്നിരിക്കുന്നു, ഇപ്പോൾ വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു, അല്ലേ? തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? സത്യനമസ്കാരികൾ പിതാവിനെ ആരാധിക്കണം. അപ്പോൾ അതാണ് അടുത്ത പുതിയ നിയമ ആരാധനയുടെ പ്രത്യേകതയാണിത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ത്രിയേക ദൈവത്തിൻ്റെ വെളിപ്പാട് മനസ്സിലാക്കി വേണം നമ്മൾ ആരാധിക്കാൻ, അല്ലേ? പഴയ നിയമത്തിൽ ദൈവം യഹോവ, അല്ലാതെ പിതാവെന്ന് പറഞ്ഞൊരു ആരാധന അവർക്കില്ല. അവർ 1-2 സ്ഥലത്തൊക്കെ പഴയ നിയമത്തിൽ പിതാവെന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും യോഹന്നാൻ 8 കർത്താവ് ദൈവത്തെ കയറി പിതാവെന്ന് വിളിച്ചപ്പോൾ അവർ കല്ലെറിഞ്ഞു. ഇനി ആരാടാ ദൈവത്തെ കയറി പിതാവെന്നൊക്കെ വിളിക്കാൻ, അല്ലേ? യഹൂദനെ ദൈവത്തെ കയറി പിതാവെന്നൊന്നും വിളിക്കാനുള്ള കാരണം ദൈവത്തെ കയറി പിതാവെന്ന് വിളിച്ചാൽ ദൈവമായിട്ട് സമമാണെന്നാണ് എൻ്റെ അർത്ഥം. യോഹന്നാൻ 5 എടുത്ത് വായിച്ചാൽ മതി, 5-ലാണ് അത് പറയുന്നത്. ദൈവത്തിനുമായിട്ട് സമനായിട്ട് കാണുവാൻ നീ ആര്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ പിതാവെന്നറിയണം. നമ്മളെല്ലാം ആരാധിക്കാൻ വരുമ്പോൾ പിതാവിനെ ആലോചിക്കാറുണ്ടോ?
അല്ലേ? പുതിയ നിയമ ആരാധന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനാണ് നമ്മൾ ആരാധന അർപ്പിക്കേണ്ടത്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെയും പുത്രനെയും ഒന്നും ആരാധിക്കേണ്ടെന്നല്ല, ഒരു ക്രമമുണ്ട് ഇതിനകത്ത്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, അവൻ്റെ യോഗ്യതയിൽ, അല്ലേ, അവൻ നമുക്കൊരു പ്രാഗൽഭ്യം തരുന്നതുകൊണ്ടാണ് അവിടെ പോകാൻ പറ്റുന്നത്. എന്നിട്ട് പിതാവിനാണ് നമ്മൾ ആരാധന കൽപ്പിക്കേണ്ടത്. അപ്പോൾ പിതാവിനെ രുചിച്ചറിയാറുണ്ടോ? അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്, അല്ലേ? പൊതുവെ ക്രിസ്ത്യാനികൾക്ക് യേശുക്രിസ്തുവിനെ അറിയാം, പിന്നെ നമ്മളെ പോലുള്ള കുറച്ച് പരിശുദ്ധാത്മാവിനെ കാര്യം. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ബഹളവും ഒക്കെ അറിയാവുള്ളൂ, വ്യക്തിയെ അറിയാവോ? എത്ര പേർക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞ വ്യക്തിയുമായിട്ട് അടുപ്പമുണ്ട്, അല്ലേ? പരിശുദ്ധാത്മാവ് വന്നാൽ തുള്ളിച്ചാടണം, ബഹളം വെക്കണം, ഇളക്കപ്പെരുപ്പം വരണം. അല്ലാതെ പരിശുദ്ധാത്മാവ് വന്നാൽ മൗനമായിട്ടിരുന്ന് ആ വ്യക്തിയുമായിട്ട് എത്ര ബന്ധമുണ്ടെന്ന് എനിക്കറിഞ്ഞൂട, അല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിതാവ്, അല്ലേ? പലപ്പോഴുമുള്ള നമ്മുടെ ഉള്ളിലൊക്കെ ഉയർന്നു വരുന്ന ചില സങ്കടം പറച്ചിലും പരിഭവവും ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. അതൊന്ന് നല്ലപോലെ അനലൈസ് ചെയ്താൽ മതി. ദൈവപിതാവിൽ ഒരു വിശ്വാസവും ഇല്ല. എനിക്കൊരു സ്വർഗത്തിലൊരു പിതാവുണ്ടെന്ന് എനിക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല അപ്പോൾ, അല്ലേ? നമ്മളൊക്കെ പറയുന്ന പുറത്ത് പറയത്തില്ലായിരിക്കും, ഉള്ളിൻ്റെ ഉള്ളിലെ ചില സ്വകാര്യ ഭയങ്ങളൊക്കെ എടുത്തൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. അയ്യോ, നാളെ എങ്ങനെ ജീവിക്കും? അയ്യോ, ഇയാൾ എന്നെ തള്ളിപ്പറഞ്ഞു. അയ്യോ, ഇവളെന്താ എന്നെ മനസ്സിലാക്കാത്തത്? അയ്യോ, ഇയാളെന്താ എന്നെ മനസ്സിലാക്കാത്തത്? അല്ലേ? ഇതെല്ലാം ഞാനൊരു അനാഥനാണ്. ഇതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ സ്വർഗത്തിൽ പിതാവൊന്നുമില്ല. സ്വർഗത്തിലൊരു പിതാവ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ പരിഭവമൊന്നും പറയത്തില്ല, അല്ലേ? എന്തുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചോ അതേ പറയാൻ പഠിച്ചത്? നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു സുരക്ഷിതത്വം മനസ്സിലാക്കി വേണം പ്രാർത്ഥിക്കാൻ, അല്ലേ? ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലാണ്, അല്ലേ? അതൊരു വല്ലാത്തൊരു ആഴമേറിയ ഒരു വെളിപ്പാടാണ്. അത് ഇങ്ങനെ പറഞ്ഞൊക്കെ പോവാമെങ്കിലും ഞാനും മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇതാണ് വിശ്വാസികളെ പഠിപ്പിച്ച് നമ്മൾ ബലപ്പെടുത്തേണ്ട ഒരു കാര്യം. ദൈവ മക്കളാണെന്ന് പറഞ്ഞാൽ അത് എന്ത് വലിയൊരു പദവിയാണ്, അല്ലേ? എത്ര വലിയ ദൈവത്തിൻ്റെ മക്കളായെന്ന് നമുക്കൊരു ബോധമില്ല. നമ്മൾ മറ്റുള്ളവരെ പോലെ ഭയപ്പെട്ടും പേടിച്ചും ദുഃഖിച്ചും കാലിലൊരു ഉറുമ്പ് കടിച്ചാൽ മതി ഉടനെ കരച്ചിലായി, അല്ലേ? 100,000 മെസ്സേജ് അയച്ച് ആളുകൾ പ്രാർത്ഥിക്കണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, അല്ലേ? വേണ്ടാത്ത പരിഭവങ്ങളും പ്രശ്നങ്ങളും സഭയ്ക്കകത്ത് അടിപിടി, അല്ലേ? എല്ലാം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഈ ഒരു ഇൻസെക്യൂരിറ്റിന്നാണ്, അല്ലേ? അയ്യോ, ഞങ്ങൾക്ക് ആരുമില്ലേ, അല്ലേ? ആരുമില്ലേ, അല്ലേ? എന്നിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ആൾ ഞങ്ങളെ സംരക്ഷിച്ചില്ല, ഇതിൻ്റെ പേരിൽ അടിപിടി, തൊഴി, കംപ്ലൈൻറ്റ് പറച്ചിലായി, അല്ലേ? യേശുക്രിസ്തു ജീവിതത്തിൽ നടന്നിരിക്കുന്ന നമ്മൾ നോക്കിയേ, എവിടെയെങ്കിലും പോയി പരിഭവം പറയുന്നുണ്ടോ? യോഹന്നാൻ 6-ന്റെ അവസാനം 12 ശിഷ്യന്മാരും എന്നാൽ പിന്നെ ഞങ്ങളും അങ്ങ് പോകട്ടെ കർത്താവ്, ഇതൊക്കെ എന്തോന്ന് പഠിപ്പീരും, നിൻ്റെ മാംസം തിന്നണം, ഇതൊക്കെ വീട്ടിൽ പോയി പറയാൻ പറ്റൂല കർത്താവേ. അപ്പോൾ കർത്താവ് ചോദിക്കുന്നു, നിങ്ങളും പോവുകയാണോ, അല്ലേ? എന്നിട്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ പോയാലും കുഴപ്പമില്ല, ഞാൻ ഒരിക്കലും ഏകനല്ല, ഐ ആം നെവർ അലോൺ, മൈ ഫാദർ ഈസ് വിത്ത് മീ. കർത്താവ് അതാണ് ചെയ്തത്. തൻ്റെ പ്രസ്ഥാനത്തിലെ എല്ലാവരും പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് പറയും, നിങ്ങൾ പോകും, എനിക്ക് പിതാവുണ്ടെന്ന്, അല്ലേ? അതെന്തൊരു ബന്ധമാണ് അപ്പോൾ അത്. നമ്മളെല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിലോ? നമ്മളെല്ലാവരും അതുപോലെ നല്ല മനക്കരുത്തുള്ളവർ, എനിക്ക് പിതാവുണ്ട്. നമ്മൾ ഈ ഒറ്റപ്പെടലും പലരുടെയും വാട്സാപ്പ് സ്റ്റാറ്റസ് ഒക്കെ തീരും, അല്ലേ? കൂടുതൽ പരിഭവം പറച്ചിൽ ഇപ്പോൾ അതിനകത്താണ്. പുരയ്ക്ക് തൂണും തനിക്ക് താനും എന്ന് പറയുന്ന ആ ഒരു ധ്വനിയിലാണ് ഒരു 100,000 വാട്സാപ്പ് സ്റ്റാറ്റസ്. പല ഭാര്യമാരുടെയും വീട്ടിൽ ഭർത്താവിനോടുള്ള പ്രശ്നമൊക്കെ എനിക്ക് വാട്സാപ്പ് സ്റ്റാറ്റസിൽ നിന്ന് മനസ്സിലാവും. ഇതൊക്കെ എപ്പോൾ തീരും? അനാഥത്വം തീരുമ്പോൾ, അല്ലേ? അപ്പോൾ അറിയാത്തതിന് നിങ്ങൾ നമസ്കരിക്കുന്നു. എന്താ അറിയേണ്ടത്? പിതാവിനെ അറിയണം, അറിഞ്ഞവനെ നമസ്കരിക്കണം. അതാണ് ആരാധന, അല്ലേ? പിതാവേ, നീയാണ് എനിക്കെല്ലാം, അല്ലേ? ഇസഹാക്ക് പോട്ടെ, നീ അത് യാഗം കഴിക്കാൻ പറഞ്ഞ യാഗം കഴിക്കും. നീ എനിക്ക് വാക്തത്വം ചെയ്ത് അനുഗ്രഹമായിട്ട് തന്ന ഇസഹാക്കാണ്, അതിനെ ഞാൻ വേണേൽ കൊന്നുകളയും, അല്ലേ? ദൈവം തന്ന അവകാശം ആർക്കും എടുക്കാൻ പറ്റില്ല. ദൈവം പറയാൻ എടുത്ത് കളയാന്ന്, ഞാൻ എടുത്ത് കളയും. കാരണം എൻ്റെ ഹൃദയത്തിൽ ആ ഏക നിക്ഷേപവും ആദ്യ സ്നേഹവും നീയാണ്. ആര്? പിതാവാണ്. അങ്ങനെ പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നത് പോലത്തെ വേറെ കുറേ പുത്രന്മാരെയും പുത്രിമാരെയും സൃഷ്ടിക്കാനാണ് ഈ രക്ഷാപദ്ധതി, അല്ലേ? ക്രിസ്തുവിനോട് അനുരൂപരാകുവാൻ വേണ്ടി നമ്മളെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവിനെ അതുപോലെ സ്നേഹിക്കണം, അതുപോലെ ആരാധിക്കണം, അതുപോലെ വിലമതിക്കണം, പിതാവിൽ അതുപോലെ വിശ്വസിച്ച് വിശ്രമിക്കണം. അപ്പോൾ ആരെ ആരാധിക്കണം? പിതാവിനെ ആരാധിക്കണം. ഇനി അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നു, നോക്കിക്കേ,
ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. 24 വാക്യം, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോൾ എവിടെ ആരാധിക്കണം? എവിടെ ആരാധിക്കാം, അല്ലേ? രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി ദൈവത്തെ രുചിച്ചറിഞ്ഞ് ആരാധിക്കണം. ആരെ ആരാധിക്കണം? പിതാവിനെ ആരാധിക്കണം. ഇനി അടുത്തതാണ്, എങ്ങനെ ഈ ആരാധന? ആത്മാവിലും സത്യത്തിലുമായിരിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ പല സൺഡേകളിലും ചിലർ സാക്ഷ്യം പറയാൻ വരുമ്പോൾ, അല്ലേ, നമ്മുടെ കൂട്ടത്തിലില്ല, എന്നാലും പൊതുവെ സൺഡേകൾ ആത്മാവിലും സത്യത്തിലും ഒരു ആരാധന കൂടുവാൻ ഇന്ന് ദൈവം പ്രാഗൽഭ്യം ദൈവത്തിൻ്റെ സ്തോത്രം, അല്ലേ, ഇതൊക്കെ അങ്ങ് ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടി പോകുന്ന പോലെ അങ്ങ് പറയും. ഇതിൻ്റെ അർത്ഥം എന്തുവാ? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അതാണ് വരുവാനിരിക്കുന്ന ആരാധന. അന്നത്തെ കാലത്ത് പറയണം പുതിയ നിയമം ആരാധന. എന്താണ് ആത്മാവിലും സത്യത്തിലുള്ള ആരാധന? നിങ്ങളുടെയൊക്കെ നിർവചനം ഒന്ന് കേൾക്കട്ടെ. ആ, കഴിക്കാനായിട്ട് പോയപ്പോ പൂർണ്ണ മനസ്സോടുകൂടിയാണ് പോയത്. വേറെ ഒരു ഫോഴ്സ് ഒന്നും ഇല്ല. പിന്നെ ഒരു കാപട്യവും ഇല്ല അതിനകത്ത്. അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കാൻ, അതെ അതെ, ആത്മാർത്ഥതയോടെ. അതെ. അപ്പം അവർ അവരുടെ ഹൃദയത്തിന്റെ അറ്റത്ത് ആ ഒരു പെയിനോട് കൂടെ ഞാൻ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം, ഞാനത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നു എന്നുള്ളത്. ശരി, അത് സത്യത്തിലും എന്നുള്ളതിൻ്റെ ശരിയായ നിർവചനം. ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, മനഃപൂർവ്വം, എല്ലാം കൊള്ളാം. ആ ശരി. ഇനി വേറെ ആളുകൾക്ക് എന്താ പറയണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. സത്യം ദൈവവും അപ്പോൾ ദൈവത്തിൽ ആരാധിക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്? ദൈവത്തെ ആരാധിക്കണം. എന്നാൽ പിന്നെ അങ്ങനെ എഴുതി വെച്ചാൽ പോരെ ദൈവത്തെ ആരാധിക്കണമെന്ന്? ഇവിടെ എന്തിനാ ഇവിടെ ഈ സ്ത്രീയോട് ഇത് പറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് എന്തൊക്കെ വല്ല മനസ്സിലായോ? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞു. അതും കൂടെ ആലോചിക്കണം. അന്നത്തെ കാലത്ത് ഇത് പറഞ്ഞത് നമുക്കിന്ന് ബൈബിൾ സ്റ്റഡി കൂടാൻ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ആ സഹോദരിക്കൂടെ മനസ്സിലാവുന്ന എന്തോ ഒരു ഉത്തരവാണല്ലോ. അപ്പോൾ അതാ ചോദിച്ച് എൻ്റെ നിർവചനം. ആ ദൈവവചനത്തിൽ പറഞ്ഞ, അപ്പോൾ അതാണ് സത്യം. ആ ഓക്കെ, പ്രസാദമുള്ള ആരാധന. ഇവിടെ 24 വാക്യത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരം. നിങ്ങൾ നോക്കിയേ, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും. അതാണ് ആ രണ്ട് സെൻറ്റൻസ് തമ്മിലുള്ള ബന്ധം ആലോചിച്ചാൽ മതി. ദൈവം ആത്മാവാകുന്നു, അതുകൊണ്ട് അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അപ്പോൾ മനസ്സിലായോ അവരുമുള്ള ബന്ധം? ഈ ചുമ്മാ വെറുതെ സ്ഥലം കളയാൻ വേണ്ടിയല്ല ദൈവം ആത്മാവാകുന്നു എന്ന് അവിടെ പറഞ്ഞത്. എന്താ ബന്ധം? ദൈവം ആത്മാവാകുന്നു, അതുകൊണ്ട് ആരാധനയും ആത്മാവിലും സത്യത്തിലും ആകുന്നു. എന്താ എന്തോ എന്തോ അതിന്റെ അർത്ഥം? ആത്മാവിലാകുന്നു മനസ്സിലായെങ്കിൽ പറഞ്ഞേ. എന്താ നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞേ. ആ ആ എന്തോ അതിന്റെ അർത്ഥം? അത് നിങ്ങൾ ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുള്ളൂ, അർത്ഥം പറഞ്ഞില്ല. അതെ, എന്തോ അതിന്റെ അർത്ഥം? ഈ ആത്മാവിലും സത്യത്തിലും എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാണ് സ്പിരിറ്റിൽ വർഷിപ്പ്. അത് നിങ്ങൾ ഭാഷ മാറ്റി പറഞ്ഞത് സെയിം കാര്യം തന്നെ വീട്ടിൽ. അർത്ഥം എന്താണ്? അപ്പൊ ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഹോളി സ്പിരിറ്റ് ആകുന്നു എന്നാണോ അതിന്റെ അർത്ഥം? ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആത്മാവാകുന്നു എന്ന് പറയുന്നതും ആത്മാവ് ദൈവമാകുന്നു എന്ന് പറയുന്നതിനാണ് രണ്ട് സെന്റൻസാണ്, ഒരേ അർത്ഥമല്ല. ദൈവം ആത്മാവാകുന്നു, ആത്മാവ് ദൈവമാകുന്നു, രണ്ടും ശരിയായ സെന്റൻസ്. പക്ഷെ രണ്ടിൻ്റെ അർത്ഥം വ്യത്യസ്തമായ അർത്ഥമാണ്. വിപരീത അർത്ഥമല്ല, പക്ഷെ വ്യത്യസ്തമായ കാര്യമാണ് പറയുന്നത്. നമുക്ക് തോന്നും ഒരേ കാര്യം തിരിച്ചും മറിച്ചും, ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് അല്ല. ദൈവം ആത്മാവാകുന്നു എന്ന് പറയുന്നതും ആത്മാവ് ദൈവമാകുന്നു പറയുന്നതിൽ വ്യത്യാസം അല്ലേ? എന്താ ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദൈവം
ഭൗതികമായ ഒരു യാഥാർത്ഥ്യമല്ല. അതുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ആദ്യം വന്നെന്ന് ചോദിച്ചത്, ഏത് മലയെ പോകണമെന്ന്. ഇത് മലയായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തതിൻ്റെ കാരണം എന്താണ്? ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആത്മാവാകുന്നു എന്നാണ് ഇവിടുത്തെ അർത്ഥം. അല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്ക് ആരാധിക്കാൻ പറ്റുള്ളൂ, അത് വേറെ വിഷയം. അതിനെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ചിലരൊക്കെ ഈ സഭയൊന്നും ആത്മാവിൽ സത്യത്തിലും ആരാധിക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നതാണ് ഒരു 5 അന്യഭാഷയൊക്കെ പറയാൻ പറ്റുന്ന ഒരു സഭയെ വരാൻ പറ്റിയെന്ന്. അതല്ല ഇവിടുത്തെ അർത്ഥം. ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ആത്മീയ മണ്ഡലത്തിലാണ് ആരാധന കഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒന്നിലും ആസ്പദമല്ല ഈ ആരാധന. അതുകൊണ്ടാണ് വിശ്വാസികളുടെ സഭയെ കടന്നു വരുമ്പോൾ അവിടെ ഒന്നുമില്ല, ഒരു കുരിശില്ല, ഒരു കുന്തിരിക്കം കത്തിക്കാറില്ല, രൂപമില്ല, മണിയടിയില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ആരാധന എന്താണ്? അത് ആത്മാവിലുള്ള ആരാധനയല്ല, അത് ജഡത്തിലുള്ള ആരാധന. എന്ന് വെച്ചാൽ ജഡം എന്ന് പറഞ്ഞാൽ പാപപരമായിട്ടുള്ള അർത്ഥത്തിലല്ല, ഭൗതികമായ കാര്യങ്ങളിൽ ആസ്പദമായ ആരാധന അല്ലേ? മറ്റു മതങ്ങളിലൊക്കെ ഉള്ള പോലെ ഒരു വിശിഷ്ട സ്ഥലമുണ്ട്, ഒരു കുറേ ക്രമമുണ്ട്, കുറേ ചടങ്ങുകളുണ്ട്, കുറേ വസ്തുക്കളുണ്ട്, കുറേ മണിയടിയുണ്ട്, പുകയുണ്ട് അല്ലേ? അതല്ല ആരാധന. പുതിയ നിയമ ആരാധന അത് പണ്ടുണ്ടായിരുന്നു, പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു, ധൂപം കത്തിക്കലും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അവിടെ ഒരു ആലയം ഉണ്ടായിരുന്നു, അവിടെ തിരശീല ഉണ്ടായിരുന്നു, അവിടെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റു മതങ്ങളിലെ പോലൊക്കെ തന്നെ ആയിരുന്നു യഹൂദ ആരാധന. പിന്നെ ഒരു വ്യത്യാസമുള്ളത് ഒരു സത്യദൈവത്തെ ആരാധിക്കുന്നു. പുതിയ നിയമ ആരാധന അതിനൊക്കെ വളരെ ഒരു മതത്തിലും ഇല്ലാത്ത ആരാധനയാണ്. ദൈവം ആത്മാവാകുന്നു. ആ ദൈവത്തെ നമ്മൾ രക്ഷിക്കപ്പെട്ട് ആത്മാവിൽ രുചിച്ചറിഞ്ഞ ആത്മാവിലാണ് ഈ ആരാധന നമ്മൾ അവന് കൊടുക്കേണ്ടത്. അപ്പം എന്താ ആരാധന എന്ന് പറഞ്ഞു പോരുന്നത്? എന്താ ആരാധന? ദൈവമേ നീയാണ് എൻ്റെ ജീവൻ്റെ ജീവൻ എന്ന് എൻ്റെ ആത്മാവ് ആരാധിക്കണം. അല്ല എൻ്റെ കുറേ കാണാൻ പഠിച്ച സാഹിത്യം വിളമ്പിയാൽ പോരാ. എൻ്റെ അതരങ്ങൾ, എൻ്റെ ആത്മാവ് അല്ലേ? എൻ്റെ അകത്തെ മനുഷ്യൻ ദൈവവുമായിട്ട് ആത്മീക മണ്ഡലത്തിൽ ഒരു സംസർഗത്തിൽ കടന്നു വന്നേച്ച് അവനെ ആരാധിക്കും. അതിന് ഈ ബാഹ്യമായ ഒന്നുമില്ല അല്ലേ? നമുക്കൊരു സാധാ ഒരു ഈ വീട്ടിൽ മതി നമുക്ക് ആരാധിക്കാം. ഇവിടെ ഒരു പള്ളിയുടേതായ ഒരു എന്താ പറയുക വാസ്തുശില്പപരമായിട്ടൊന്നും വേണ്ട അല്ലേ? ആർക്കിടെക്ചർ ഒന്നും വേണ്ട, നമുക്ക് കുരിശും വേണ്ട, മണിയും വേണ്ട, ഒന്നും വേണ്ട, എവിടെ ഇരുന്നും ആരാധിക്കാം അല്ലേ? ആ സഹോദരി അതാണ് മനസ്സിലാക്കാത്തത്. മലയൊക്കെ അന്വേഷിച്ചു പോയി അല്ലേ? ആത്മാവിൽ. പിന്നെ സത്യത്തിൽ നമ്മളെല്ലാം പറഞ്ഞ കറക്റ്റ് ആൻസറാണ്. 2 അർത്ഥത്തിൽ നമുക്ക് സത്യത്തിൽ എന്ന് പറയാം. ഒന്ന് വചനപ്രകാരം അല്ലേ? സത്യത്തിലുള്ള ദൈവം പഠിപ്പിച്ചിരിക്കും. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുതിയ നിയമ ആരാധനയെക്കുറിച്ചുള്ള സത്യം. ഇങ്ങനെ ആരാധിക്കണം, നമുക്ക് തോന്നിയ പോലെ അല്ല ആരാധിക്കേണ്ടത്, ദൈവം പറയുന്ന പോലെ ആരാധിക്കണം അല്ലേ? രണ്ടാമത്തെ അർത്ഥം അതിൻ്റെ വ്യക്തിപരമായ ഒരു ആംഗിളാണ്. സത്യത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആരാധിക്കണം അല്ലേ? അപ്പോൾ എവിടെ ആരാധിക്കണം? ആത്മമണ്ഡലത്തിൽ ഞാൻ അവനെ ഭൗതികമായ ഒന്നിലും ആസ്പദമല്ലാത്തൊരു ആരാധന കഴിക്കണം. അത് വാസ്തവത്തിലുള്ളൊരു ആരാധന ആയിരിക്കണം. അതാണ് ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണം അല്ലേ? അപ്പോൾ കണ്ടോ, എവിടെ ആരാധിക്കണം, ആരാധിക്കണം, ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവിടും അല്ലേ? അപ്പം നമ്മൾ ആരാധിക്കാറുണ്ട്. നമ്മുടെ ആരാധന എങ്ങനെയുണ്ട്? ഈ കണ്ട കാര്യങ്ങളൊന്ന് ധ്യാനിച്ച് നമ്മൾ ആരാധിക്കാറുണ്ടോ? ഇങ്ങനെ നമ്മുടെ സഭയിലെ ആരാധന, നിങ്ങൾ ആരാധന നയിക്കുമ്പോൾ ഇതാണോ മനസ്സിൽ കാണുന്ന ആരാധന അല്ലേ? ഇതായിരിക്കണം. ആത്മമണ്ഡലത്തിൽ ഇറങ്ങി ദൈവത്തെ പിതാവെന്ന് രുചിച്ചറിഞ്ഞവർ ദൈവമാണ് എൻ്റെ എല്ലാം എന്ന് പറയുന്ന രീതിയിൽ എത്തണം അല്ലേ? അപ്പോൾ മനസ്സിലാവും ആരാധന നയിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലൊരു പ്രയാസം പിടിച്ചൊരു ജോലി വേറെയില്ല അല്ലേ? ചുമ്മാ പാട്ടൊക്കെ പാടാൻ ആർക്കും അല്ല, ഒരു കുറേ ആൾക്കാർക്ക് പറ്റുമായിരിക്കും പാട്ടൊക്കെ പാടാൻ അല്ലേ? പക്ഷെ പാട്ട് പാടിയാൽ മാത്രം പോരല്ലോ, പാട്ട് പാടി ആരാധിക്കണം. പാട്ടൊരു മാധ്യമമാണ് അല്ലേ? അതൊരു മീൻസ്. പാട്ട് നമ്മുടെ ധ്യാനത്തിൻ്റെ ഒരു ബേസിസ്, നമ്മൾ ഈ ദൈവത്തെ ധ്യാനിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് അല്ലേ, ഉള്ളടക്കമാണ് പാട്ട്. പാട്ടങ്ങ് പാടിക്കഴിഞ്ഞിട്ട് ധ്യാനിച്ചില്ലെങ്കിൽ അല്ലേ, അത് ചുമ്മാ കുറേ വാക്കുകൾ. ധ്യാനിക്കണം, ധ്യാനിച്ച് തീ കത്തണം. സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ധ്യാനത്തിൽ തീ കത്തട്ടെ അല്ലേ? അങ്ങനെ തീ കത്തണം. തീ കത്തി എവിടെ എത്തണം? കുറേ വൈകാരിക അനുഭൂതിയല്ല. എൻ്റെ ഹൃദയത്തിൽ ദൈവമാണെല്ലാം, എന്തും ഞാൻ യാഗം ചെയ്യാൻ കർത്താവേ. പുതിയ നിയമത്തിൽ എന്താ യാഗം? അതോടെ നോക്കിയാൽ അവസാനിക്കും. നമ്മൾ കൊണ്ടുപോയി ഇസഹാക്കിനെ പോലെ യാഗം കഴിക്കേണ്ട എന്തോന്നാണ്? ദൈവമേ നീയാണ് എനിക്കെല്ലാം, നീയാണ് എനിക്ക് ഒന്നാമൻ, നീ പറഞ്ഞാൽ ഞാൻ എന്തും യാഗം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് യാഗപീഠത്തിൽ എന്തോ വെക്കണ്ടേ? ഹൃദയോ? സെൽഫ്? ഏതാ വാക്യം?
റോമർ 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കാം. 1 മുതൽ 2. സഹോദരന്മാരെ, ആ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കും. കണ്ടോ, എന്തോ അർപ്പിക്കണ്ടേ? ശരീരം. അബ്രഹാമിന് വേറൊരാളുടെ ശരീരം എടുത്ത് യാഗപ്പെടുത്തി വെച്ചാൽ നമ്മുടെ തന്നെ ശരീരം എടുത്ത് നമ്മൾ തന്നെ കയറി കിടക്കുക അതിൽ. ദൈവം നീയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് ചിന്തിച്ചേ. ഇത്രയും നേരം നമ്മൾ സഭയ്ക്കകത്ത് നിന്ന് പാട്ട് പാടുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഇനിയിപ്പോൾ അത് വിടാം. നമ്മുടെ കൈ, നമ്മുടെ കണ്ണ്, നമ്മുടെ നാക്ക്, നമ്മുടെ ചെവി അല്ലേ, നമ്മുടെ ലൈംഗിക അവയവങ്ങൾ, നമ്മുടെ കാല്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ദൈവമേ നീയാണ് എനിക്ക് ഒന്നാമൻ എന്നാണോ? അല്ലേ? നമ്മളത് പറയുന്നുണ്ടോ? നമ്മൾ കൈകൾ ഉപയോഗിക്കുമ്പോൾ അത് ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഫോൺ ഉപയോഗിച്ച് ഓരോ സ്ഥലത്തൊക്കെ പോയി ക്ലിക്ക് ചെയ്യുമ്പം ഓർക്കാറുണ്ടോ യാഗപീഠത്തിലാണ് കിടക്കേണ്ടതെന്ന്? അല്ലേ? നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ നാവ് ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ, നമ്മൾ ആരെങ്കിലും ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ചെവി വല്ല പരദൂഷണത്തിനൊക്കെ കൊണ്ട് ചെവിയോട് കരുത് അല്ലേ? വേറൊരാളെക്കുറിച്ചുള്ള ഇല്ലാവചനമൊക്കെ കേൾക്കാൻ പോകരുത് അല്ലേ? ചെവിയെക്കുറിച്ചും വചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പൊതുവെ അത് കേൾക്കാറില്ല. നമ്മൾ കൂടുതലും നാവിനെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടിട്ടുണ്ട്. ചെവിയെക്കുറിച്ചും ഉണ്ട്. ചെവി എന്തിനൊക്കെ കൊടുക്കണം, ചെവി എന്തിനൊക്കെ കൊടുക്കാൻ പാടില്ല, ചെവി എങ്ങനെ വചനത്തിന് കൊടുക്കണം അല്ലേ? അതൊക്കെ ഒരുപാട് വാക്യങ്ങളുണ്ട് ദൈവവചനത്തിൽ. കണ്ണെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്? കണ്ണ് എന്തിനാ പൊതുവേ ഉപയോഗിക്കുന്നത് അല്ലേ? അല്ല, അത് കാണാൻ. അത് ഓൾറെഡി പറയണ്ട, അത് ബയോളജിക്കൽ കാര്യം. നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? മറ്റുള്ളവരുടെ എന്ത് നോക്കാൻ? നമുക്ക് പല രീതിയിൽ നോക്കാം. നമുക്ക് ഒരാളോട് നോക്കുമ്പോൾ അനുകമ്പ വരും. നമ്മൾ കണ്ണ് തുറന്ന് നോക്കണം, ആരെ സേവിക്കണം അല്ലേ, എങ്ങനെ ഇയാളെ സഹായിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ, അയാൾ പറയാതിരിക്കുകയാണല്ലോ അല്ലേ, കണ്ണ് തുറന്ന് അല്ലേ. ഞാൻ തുറന്ന് പറയാം, ഞാൻ പ്രസംഗിക്കുമ്പോൾ അതാണ് നോക്കുന്നത് എപ്പോഴും. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ, പ്രസംഗം അങ്ങോട്ടൊന്ന് തിരിക്കണമല്ലോ അല്ലേ. ഞാനും ദൈവവും തമ്മിൽ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ നടക്കുന്നൊരു കാര്യമാണ്. എന്തോ പ്രശ്നമുണ്ട്, അവർക്ക് ആശ്വാസമാവുന്ന എന്തെങ്കിലും എനിക്ക് ദൈവമേ തരണേ അല്ലേ. എപ്പോഴും കണ്ണ് തുറന്ന് പ്രസംഗിക്കണം. അല്ല, ചിലരുണ്ട് ഇത് പുസ്തകം നോക്കി പ്രസംഗിക്കും. നിങ്ങൾ ഇരുന്നാലും ഉറങ്ങിയാലും ഞാനിത് പ്രസംഗിച്ച് റെക്കോർഡിങ് ചെയ്ത് പോകും, എനിക്കൊരു റെക്കോർഡിംഗ് ആണിത്, ഇത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ പിന്നെ ഇരുന്നാലും കുഴപ്പമില്ല, ഇരുന്നില്ലേലും കുഴപ്പം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ പ്രസംഗമൊക്കെ എഴുതിയ കുറിപ്പും കഴിഞ്ഞ് പോകും, നീണ്ടു പോകുന്നത്. കാരണം നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും ഒരാളെ കാണുന്നത്, ഈ ആൾക്ക് എന്തോ കുഴപ്പം അല്ലേ. അപ്പോൾ കണ്ണെന്തിനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ കാമത്തിനായിട്ട് ഉപയോഗിക്കാം. നമുക്കില്ലാത്തത് കിട്ടണം, ദുരാഗ്രഹം പിടിച്ച കണ്ണ് അല്ലേ. അത് ലൈംഗിക കാര്യങ്ങൾ മാത്രമല്ല, കൊള്ളാലും ഇയാൾ ഇട്ടിരിക്കുന്ന പാൻറ്റ് അതുപോലല്ലേ എനിക്കും വേണം ആ പാൻറ്റ് അല്ലേ. കൂടുതൽ സഹോദരിമാർക്കാണ് ഇതൊക്കെ ഉള്ള മറ്റേ ഡ്രസ്സും സ്വർണവും മറ്റതും മറിച്ചതും അല്ലേ. കണ്ണ് കണ്ടിട്ട് അവർക്ക് കണ്ണുകടി, കണ്ണിച്ചൊറി വരുന്നത് അല്ലേ, മോഹം, കൺമോഹം. ആണുങ്ങൾക്കും ഉണ്ട്. നമ്മൾ പിന്നെ ഈ തുണിയൊന്നും നോക്കാറില്ല, നമ്മൾ കാറും അങ്ങനത്തെ വല്ല വേറെ സാധനങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നത്. പിന്നെ ആണുങ്ങൾക്കുള്ള മെയിൻ പ്രശ്നം ലൈംഗികം അല്ലേ, മറ്റൊരുത്തൻ്റെ ഭാര്യയെ മോഹിക്കുക അല്ലേ. ഇതൊക്കെ സർവ്വസാധാരണമല്ലേ നമ്മുടെ ലോകത്ത് അല്ലേ. ഇപ്പോൾ കണ്ണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് ആലോചിക്കാറുണ്ടോ? അയ്യോ, ഇത് യാഗം കഴിക്കേണ്ട കണ്ണാണ് അല്ലേ. കർത്താവ് അതല്ലേ പറഞ്ഞത്, നിന്റെ കണ്ണിന് ഇടർച്ച വരുന്നതിനെ അത് പറിച്ച് ദൂരെ കളയാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യാഗത്തിൽ കൊണ്ട് കത്തിച്ച് കളഞ്ഞേരെന്നല്ലേ പറഞ്ഞു അതെ. അത് കത്തി പോകുന്നതാണ് നല്ലത്. നീ ഒരു കണ്ണുള്ളവനായിട്ട് ജീവിക്കുന്നതാണ് നല്ലത്, അല്ലാതെ രണ്ട് കണ്ണും വെച്ച് നരകത്തിൽ പോകുന്നതിനേക്കാളും അതിനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന ഇതാണെന്ന്. വേറെ ചില ട്രാൻസ്ലേഷനിലൊക്കെ ആത്മീയ ആരാധന അല്ലേ. ഈ യവന ഭാഷയിൽ 2 വാക്കുകളുണ്ടെന്ന് പറഞ്ഞല്ലോ ആരാധന. അത് രണ്ടും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഈ ആരാധന എന്നുള്ളത്, മറ്റേത് ഈ ആരാധന യോഗം എന്നുള്ള അർത്ഥത്തിലും. അതുകൊണ്ടാണ് ഇതിനെ സ്പിരിച്വൽ വർഷിപ്പ് അല്ലെങ്കിൽ ലോജിക്കൽ വർഷിപ്പ്. നിങ്ങളിങ്ങനെ സുവിശേഷമൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞിട്ട് യുക്തമായി കഴിക്കേണ്ട ആരാധന ഏതാണ്? ഇങ്ങനെ നിങ്ങൾ ദൈവം സ്നേഹിച്ചെങ്കിൽ നിങ്ങൾ തിരിച്ചങ്ങനെ ആരാധിക്കണം. ഇതാണ് ആരാധന. അല്ലാതെ നമ്മൾ സഭയെ വന്ന് ബഹളം വെക്കുന്നതിനെ കുറിച്ചല്ല അല്ലേ. ഇതാണ് ആരാധന, നിങ്ങൾ യുക്തമായി കഴിക്കേണ്ട. അതാണ് ബുദ്ധി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധി എന്നായിരുന്നില്ല, അത് ഈ സാഹിബ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം ചുമ്മാ ഡിക്ഷണറി നോക്കി ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഉള്ള കുഴപ്പമാണ്. ബുദ്ധിയുള്ള ആരാധന എന്നല്ല, യുക്തമായ ആരാധന. ലോജിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് എന്തായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച്. ഏത് മനസ്സലിവ്?
അത് റോമാലേഖനം നമ്മൾ തുടക്കം മുതൽ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. 1 മുതൽ 11 വരെ എന്തുവാ പഠിപ്പിച്ചിരിക്കുന്നത്? സുവിശേഷം, അല്ലേ? സുവിശേഷം ഏറ്റവും ചിട്ടയായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന ലേഖനമാണ് റോമാലേഖനം. അപ്പോൾ റോമാലേഖനത്തിൽ 11 അധ്യായവും ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഉപദേശം എല്ലാം കൊടുത്ത് മുഴുവൻ സുവിശേഷം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് 12 മുതലാണ് പ്രായോഗിക വിഷയങ്ങളിലേക്ക് പൗലോസ് കടക്കുന്നത്. 12 മുതൽ 16 വരെ. 16 പിന്നെ അവസാനത്തെ വന്ദനം ചൊല്ലലാണ്. 12 മുതൽ 15 പ്രായോഗിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ സെക്ഷൻ തുടങ്ങുമ്പോൾ പറയുകയാണ്, ഇത്രയും നേരം ഞാൻ പറഞ്ഞ മനസ്സലി ഓർമ്മയുണ്ടല്ലോ, അതും അവിടെ ഈ ബഹുവചനമാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലൊക്കെ മെർസീസ് ഓഫ് ഗോഡ് എന്നാണ്, അല്ലേ? അത് ദൈവം നമുക്ക് മനസ്സലിവുകൾ തന്നിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം ഭാഷയിൽ പറയണം, വെള്ളങ്ങൾ എന്നൊക്കെ പറയുന്നത് മനസ്സലിവുകൾ ദൈവം അങ്ങ് നമുക്ക് തന്നിരിക്കുകയാണ്. അത്രയ്ക്ക് മനസ്സലിവ്, അല്ലേ? അത്രയും മനസ്സലിവ് നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് അതിനെ പ്രതികരണമായി നിങ്ങൾ എന്ത് ആരാധന കഴിക്കണം? ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച് അതിനെ ആരാധിക്കണം. അപ്പോൾ ശരീരങ്ങളെ അങ്ങനെ ആരാധിക്കണം. തൊട്ടടുത്ത് പറഞ്ഞിരിക്കുന്ന നോക്കിക്കേ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പോൾ നമ്മുടെ ശരീരങ്ങൾ യാഗമായി, മനസ്സ് രൂപാന്തരപ്പെടണം. ഉണ്ടോ? ഇതാണ് ഈ ആരാധനയുടെ 2 തലങ്ങൾ. ശരീരം യാഗപീഠത്തിലിരിക്കുന്നു, മനസ്സ് ലോകത്തിൻ്റെ പുറകെ പോകാതെ മനസ്സ് പുതുക്കം പ്രാപിച്ച് രൂപാന്തരപ്പെടുന്നു. അവിടെയാണ് ദൈവവചന ധ്യാനവും ദൈവിക സംസർഗവും ഒക്കെ വരുന്നത്, അല്ലേ? അപ്പോൾ എൻ്റെ മനസ്സ് ഈ ലോകത്തിൻ്റെ പുറകെ പോയാൽ അപ്പം ശരീര യാഗപീഠത്തിൽ നിന്ന് എഴുന്നേക്കും. മനസ്സ് ലോകത്തിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിൻ്റെ പുറകെയാണെങ്കിൽ ശരീര യാഗപീഠത്തിൽ ഇരുന്നു. ഇതാണ് നമ്മൾ കഴിക്കേണ്ട ആരാധന. നമ്മുടെ മോറിയ മല, അല്ലേ? അബ്രഹാം പോയി ആരാധന കഴിച്ച പോലെ അങ്ങനെ നമ്മൾ അവനോട് എന്ത് പറയണം? കർത്താവേ, ഇത്രത്തോളം എന്നെ സ്നേഹിച്ച നിന്നെ ഞാൻ എൻ്റെ ജീവനായിട്ട് എണ്ണുന്നു. എൻ്റെ ജീവിതത്തിൽ നിനക്കാണ് 1-ാം സ്ഥാനം, അല്ലേ? എൻ്റെ ആദ്യ സ്നേഹം. ഞാൻ വേറെ ആരെയും സ്നേഹിക്കുന്നില്ല. നിന്നെ സ്നേഹിക്കുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെയൊക്കെ വെറുക്കുകയാണെന്ന് തോന്നണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിൻ്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും ഭർത്താവിനെയൊക്കെ നീ പകയ്ക്കുന്നില്ലെങ്കിൽ, എന്ന് ഞങ്ങൾ പകയ്ക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ സ്നേഹമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഇതൊക്കെ പകയായിട്ട് തോന്നണം, അല്ലേ? എൻ്റെ കർത്താവുമായിട്ടുള്ള സ്നേഹവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല, അല്ലേ? ഏക നിക്ഷേപം നീയാണ്, നിന്നെയാണ് എൻ്റെ ഹൃദയത്തിലെ നിധിയായിട്ട് ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്. അതെങ്ങനെ പറയണം? ചുമ്മാ ഈ പറഞ്ഞ വാക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ശരീരത്തെ യാഗം കഴിച്ച് മനസ്സ് ഈ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് പുതുക്കം പ്രാപിക്കണം. ലോകം ചിന്തിക്കുന്ന ചപ്പുചവർ വഴികളിൽ പോകരുത്. എപ്പം നടക്കണം? ഇത് ഞായറാഴ്ച രാവിലെ 10 മുതൽ 12 വരെ ഈ ആരാധന നടക്കുന്നതായിരിക്കും. വന്ന് എല്ലാവരും സംബന്ധിക്കണം. നാളെ രാവിലെ ഈ ആരാധനയുണ്ട്, എല്ലാവരും വരുമല്ലോ, അല്ലേ? അങ്ങനെയാണോ ഇത് പറഞ്ഞിരിക്കുന്നത്? ഇതിനൊരു കാലയളവ് പറഞ്ഞില്ല പൗലോസ്. രാവിലെ 2 മണിക്കൂറെന്ന്, അല്ലേ? ഇതപ്പോൾ എത്രത്തോളം ചെയ്യണമെന്ന് ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിപ്പീൻ. പിന്നെ അതിനെന്ത് സംഭവിച്ചെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, അല്ലേ? അപ്പോൾ ഇതെന്തുവാ? ശരീരം ഉള്ളിടത്തോളം കാലം ചെയ്തോണമെന്ന് അതിൻ്റെ അർത്ഥം, അല്ലേ? ഇതാണ് നമ്മൾ കഴിക്കേണ്ട യാഗം, അല്ലേ? വേറെ യാഗങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ട്. എബ്രായ ലേഖനത്തിൽ സ്തോത്രം എന്ന യാഗം, അല്ലേ? നമുക്ക് നന്മയുണ്ടെങ്കിൽ അതില്ലാത്തവനത് കൊടുക്കണം. മറ്റ് യാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും കാതലായ ആരാധനാ വിഷയം ഇതാണ്, അല്ലേ? സുവിശേഷ സത്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം ഇതായിരിക്കും. അപ്പോൾ എന്താണ് ആരാധന എന്ന് നമ്മൾ കണ്ടു. പുതിയ നിയമ ആരാധനയുടെ ചില പ്രത്യേകതകൾ കണ്ടു. പുതിയ നിയമത്തിലെ യാഗം എന്തെന്നും കണ്ടു. ഇനി നമുക്ക് പ്രതികരിക്കാം. നമ്മൾ പല കാര്യങ്ങൾ കേട്ടു. എന്നാലും അതിലെ ഏറ്റവും കാതലായ വിഷയം ആരാധനയുടെ നിർവചനമാണ്. ആരാധന സ്തുതിയല്ല, സ്തോത്രമല്ല. സ്തുതിയും സ്തോത്രമൊക്കെ അതിൻ്റെ ഭാഗമാണെങ്കിലും ആരാധനയുടെ ആ കാതലായ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ദൈവത്തിന് എന്ത് സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളതാണ്. അവനോടുള്ള നമ്മുടെ ആ പ്രേമം, ആ ഭക്തിയാണ് ഇവിടുത്തെ വിഷയം. അബ്രഹാമിൻ്റെ ആ മാതൃക നമുക്ക് ചിന്തിക്കാം. വർഷങ്ങളോളം താൻ കാത്തിരുന്ന് തൻ്റെ കൂടെ പഠിച്ചവരും തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും എല്ലാം തനിക്ക് മുൻപായിട്ട് പോയി ഈ ദൈവത്തെ പിൻപറ്റി താൻ ഒറ്റയ്ക്കായി കൂടാരവാസിയായി വാഗ്ദത്തം ലഭിച്ചിട്ടും വർഷങ്ങളായിട്ട് അതിൻ്റെ പൂർത്തീകരണം കാണാതെ കാത്തിരുന്ന് അവസാനം ആശയ്ക്ക് വിപരീതമായി ആശിക്കേണ്ട തലത്തിലൊക്കെ എത്തി. അങ്ങനെ അവസാനം ദൈവമായിട്ട് കൊടുത്ത ഇസഹാക്കിനെ പെട്ടെന്നൊരു ദിവസം, ഒരുപാട് നാളൊന്നും പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ടൊന്നുമല്ല, ദൈവം പറഞ്ഞു അടുത്ത ദിവസം പകൽ
3 ദിവസം യാത്ര ചെയ്ത് ഒരു വൈകാരിക നിമിഷത്തിൽ ചെയ്തു പോയ പ്രവൃത്തിയല്ല. 3 ദിവസം പല രീതിയിൽ ചിന്തിച്ച് കണക്ക് കൂട്ടി ആലോചിക്കുവാനൊക്കെ സമയം കൊടുത്തിട്ട് 3 ദിവസം യാത്ര ചെയ്ത് തന്നെ ഹൃദയത്തിൽ ഉറച്ച് അബ്രഹാം ഇസഹാക്കുമായിട്ട് ആ മല കയറി. ദൈവം തരുന്ന എത്ര വലിയ അനുഗ്രഹമാണേലും എത്ര വലിയ വാഗ്ദത്ത നിവർത്തിയാണേലും അതിനേക്കാളും ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ദൈവത്തെയാണ്. ദൈവം അനുഗ്രഹം തന്നില്ലേലും ഞാൻ ഈ ദൈവത്തെ സ്നേഹിക്കും. കാരണം അനുഗ്രഹമല്ല, എൻ്റെ ദൈവമാണ് എൻ്റെ നന്മ, എൻ്റെ ദൈവമാണ് എനിക്കെല്ലാം, എൻ്റെ ജീവൻ്റെ ജീവൻ അവനാണ്. ആ ബോധ്യം പ്രാപിച്ച് ആ ഹൃദയത്തിലെ ഭക്തി അവന് നമ്മൾ പ്രദർശിപ്പിക്കുന്നതിനെയാണ് ആരാധന എന്ന് വിളിക്കുന്നത്. ആ കാതലായ വിഷയം, മറ്റെന്തു മറന്നാലും ഈ നിർവചനം നാം മറന്നു പോകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, എൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവേ. നീ വലിയവനാണ്, ഉന്നതനാണ്, യോഗ്യനാണ് കർത്താവ്. നിന്നെ ആരാധിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട ജനമാണ് ഞങ്ങൾ പലപ്പോഴും പാട്ടുപാടിയിട്ടുണ്ട്, സ്തുതിച്ചിട്ടുണ്ട്, സ്തോത്രം ചൊല്ലിയിട്ടുണ്ട്, ആരാധിക്കാറില്ല പലപ്പോഴും കർത്താവ്. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ ഹൃദയം ആ രീതിയിൽ ഉണർന്നു വരുവാൻ, നിന്നോടുള്ള ഭക്തിയാൽ നിറഞ്ഞു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഈ ബോധ്യം ഞങ്ങളുടെ ഉള്ളത്തിൽ വരുവാൻ ആവശ്യമായ വെളിപ്പാട് പരിശുദ്ധാത്മാവാം ദൈവമേ വചനത്തിലൂടെ ജീവിതത്തിലെ സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളിലുമെല്ലാം നിൻ്റെ ആ ഉപദേശ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവാം ദൈവമേ നീ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. ദൈവത്തെക്കുറിച്ച് ഈ രീതിയിലുള്ള ഒരു ബോധ്യം, ഇത്രത്തോളം ആരാധിക്കുവാൻ യോഗ്യനായവനാണ് നീ എന്നുള്ള ആ ബോധ്യം ഞങ്ങളുടെ ഉള്ളത്തിൽ ആഴത്തിൽ ജനിപ്പിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തി നീയാണ് പരിശുദ്ധാത്മാവേ. അതിനാൽ ആത്മാവാം ദൈവമേ നീ കടന്നു വന്ന് ഞങ്ങളെ പഠിപ്പിച്ചാലും ആരാധന എന്തെന്നും ആരാധന എങ്ങനെ ചെയ്യണമെന്നും ഞങ്ങളെ പരിശീലിപ്പിച്ചാലും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ ബോധ്യം നൽകണമേ. ഞങ്ങൾ ഈ രീതിയിൽ നിന്നെ ആരാധിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്നെ തന്നെ വിലമതിക്കട്ടെ, സർവോപരി നിന്നെ തന്നെ വിലമതിക്കട്ടെ കർത്താവേ. മറ്റൊന്നിനും ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അതെന്ത് വസ്തുവാണേലും വ്യക്തിയാണേലും ഞങ്ങളുടെ ഹൃദയത്തിലെ ഒന്നാം സ്ഥാനം, ഞങ്ങളുടെ ഹൃദയത്തിലെ ഏക നിക്ഷേപം, ആദ്യ സ്നേഹം നീ തന്നെ ആയിരിക്കണമേ കർത്താവേ. ഇത്രത്തോളം നീ ക്രൂശിൽ ഞങ്ങളൊക്കെ നിന്റെ സ്നേഹം കർത്താവെ വെളിപ്പെടുത്തി തന്നിട്ട് കർത്താവെ ഞങ്ങൾ നിന്നെ ആരാധിച്ചില്ലെങ്കിൽ അത് തെറ്റാണ് കർത്താവെ, അത് പാപമാണ് കർത്താവെ. അതുകൊണ്ട് ഞങ്ങളുടെ ആരാധനയിലുള്ള കുറവുകൾ നീ ക്ഷമിക്കണമേ. ആരാധിക്കുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ യാഗപീഠത്തിൽ അർപ്പിച്ച് ഞങ്ങളുടെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ മരണത്തെ വഹിച്ച് എൻ്റെ കൈകൾ, എൻ്റെ കണ്ണുകൾ, എൻ്റെ ചെവികൾ, എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ പാപത്തിനു വേണ്ടിയിട്ടല്ല, കർത്താവായ യേശുവിന് നീതിയുടെ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുവാൻ ഞാനിതാ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധ മന്ദിരമായിരിക്കട്ടെ. ആത്മാവിൻ്റെ ഹിതം ചെയ്യുന്ന, ആത്മാവിൻ്റെ സൽപ്രവർത്തികൾക്കായിട്ട് ആത്മാവിന് എടുത്തുപയോഗിക്കുവാനുള്ള വിശുദ്ധ മന്ദിരമായിരിക്കട്ടെ. ലോകത്തിൻ്റേതായിട്ടുള്ള എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മനസ്സ് പുതുക്കം പ്രാപിച്ച് രൂപാന്തരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും സഭാപരമായിട്ടുമുള്ള ആരാധനകളെ നീ അനുഗ്രഹിക്കണമേ. നാളെ പകൽ ഞങ്ങൾ സഭയായിട്ട് ഒന്നിച്ചുകൂടി കർത്താവിൻ്റെ ആ ക്രൂശിൽ വെളിപ്പെടുത്തിയ സ്നേഹത്തെ ഓർത്ത് അതിന് പ്രതികരണമായിട്ട് കർത്തൃദിവസത്തിൽ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന ആരാധന കർത്താവേ നിനക്ക് പ്രസാദമുള്ളതായിരിക്കണമേ. ഞങ്ങൾ ആത്മമണ്ഡലത്തിലിറങ്ങി ഞങ്ങളുടെ ആത്മാക്കൾ നീയുമായിട്ട് ആത്മീക ഒരു സംസർഗത്തിൽ കടന്നു വന്ന് വാസ്തവമായി സത്യസന്ധമായി ആത്മാർത്ഥതയോടെ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ ഒന്നിച്ചു കൂടുവാൻ നീ ഒരുക്കി ഈ സാവകാശത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഈ ചെറുകൂട്ടത്തെ നീ അനുഗ്രഹിക്കണമേ. ഇവിടെയുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും ഇന്ന് കടന്നു വരാൻ കഴിയാത്ത ഞങ്ങളുടെ ഈ കോർ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിച്ചടിയാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അടുത്ത മാസം കഴിഞ്ഞ് കർത്താവെ മുന്നോട്ട് പോകും.
കർത്താവെ, ഇവരുടെ ഈ ചെറുകൂട്ടായ്മ നീയായിട്ട് കരുതിക്കൊള്ളണമേ. ഇതിനെ ഇനിയും വളർത്തണമേ. ഇവരെല്ലാം കർത്താവെ അതിശക്തമായിട്ട് ശുശ്രൂഷിക്കണമേ. മൗനമായിട്ട് ആരും ഇരിക്കരുത്. എല്ലാവരും അവരുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് ഇതൊരു നല്ലൊരു ആരോഗ്യമുള്ളൊരു കെയർസെല്ലായിട്ട് വളർന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ ഇരിക്കണമേ. ഇവർ കർത്താവെ ലീഡേഴ്സായിട്ട് വളർന്ന് ആ അടൂർ പഞ്ചായത്തിലുള്ള ഞങ്ങളുടെ വേലയെ അതിശക്തമായിട്ട് നീ മുന്നോട്ട് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിന്റെ അനുഗ്രഹം അവരുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവമഹത്വം അങ്ങേക്ക് തന്നെ കരയറ്റുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.